അപ്പോൾ നമ്മളപ്പോൾ ഇന്നുള്ളത് ഹംദാൻ മാക്ക് എന്ന് പറഞ്ഞാൽ ഹംദാൻ മുഹമ്മദ് അബ്ദുൽ ഖാദർ കാസർഗോഡ് സ്വദേശിയാണ്. നിലവിൽ തുർക്കി ഇബ്നു ഖൽദൂൻ യൂണിവേഴ്സിറ്റിയിൽ ഇസ്ലാമിക് സ്റ്റഡീസിൽ അതിൽ ഹദീസ് വിഷയത്തിൽ ഊന്നിക്കൊണ്ട് PG ചെയ്യുന്നു. അൽ-അസ്ഹർ കൈറോ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ഒരു PG ഫിനിഷ് ചെയ്തു. തീസീസ് പോസ്റ്റ് കൊണ്ട് ചെയ്തു അല്ലേ. നാട്ടിൽ നിന്ന് ഡിഗ്രി ചെയ്ത് ഇസ്ലാമിക് സ്റ്റഡീസിൽ ഹയർ എഡ്യൂക്കേഷൻ പേഴ്സ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. വെറുതെ ഒരുപാട് യാത്രകൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റേൺ ഭാഗങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത ഒരു യാത്രക്കാരൻ കൂടിയാണ് ഹംദാൻ ക. കാസർഗോഡാണ് ഹംദാൻ ച. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ. ഇനി നിങ്ങളെന്താ തുർക്കിയിൽ എന്താ പഠിക്കുന്നത്? നമുക്ക് പഠിക്കുന്നത് ഞാനിപ്പോൾ നിലവിൽ തുർക്കിയിൽ ഇബ്നു ഖൽദൂൻ യൂണിവേഴ്സിറ്റിയിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീസിസിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിൽ വന്നത്. അതുകൊണ്ട് ഹദീസ് കേന്ദ്രീകരിച്ചാണ് പഠനം നടക്കുന്നുള്ളത്. ചെറുപ്പം മുതലേ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈജിപ്തിലും അത് കഴിഞ്ഞിട്ട് തുർക്കിയിലും തുടർ പഠനം നടത്തിയത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്താംബൂളിൽ 2 വർഷത്തെ 3-ാം വർഷമാണ്. ഇൻഷാ അല്ലാഹ് ഈ 1 വർഷത്തോടു കൂടി കോഴ്സ് തീർക്കണം എന്നാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ്. എന്താ തീസിസിൻ്റെ വിഷയം? തീസിസിൻ്റെ വിഷയം നമ്മൾ നിസാമി ദർസ് സിലബസിലെ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കിതാബാണ് മിഷ്കാത്തുൽ മസാബിഹ്. അപ്പോൾ മിഷ്കാത്തുൽ മസാബിഹ് നമ്മൾ പണ്ട് മുതലേ ദർസുകളിലൊക്കെ കേൾക്കുന്നതാണ്. കാരണം നിസാമി സിലബസിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് കേരളത്തിലെ ഈ പൊന്നാനി ദർസ് സിസ്റ്റം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലൊക്കെ ഈ മിഷ്കാത്ത് ഓതുക എന്ന് പറയും ദർസുകളൊക്കെ. മിഷ്കാത്തിന് കൂടുതലായിട്ടും ആൾക്കാർ ഉപയോഗിക്കുന്ന ഷറഹ് എന്നുള്ളത് മിർഖാത്തുൽ മഫാത്തിഹാണ് അല്ലേ. മുല്ലാ അൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അത് അദ്ദേഹം ഹനഫി ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഹനഫി ലൈനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷാഫി മദ്ഹബ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഷറഹുകൾ വളരെ കുറവാണ്. അപ്പോൾ കൂട്ടത്തിൽ കേരളത്തിലുള്ള നെല്ലിക്കുത്ത് മുസ്ലിയാർ രചിച്ചൊരു ഷറഹുണ്ട്, അറബിയിൽ 8 വാള്യങ്ങളായിട്ടുള്ളൊരു ഷറഹാണ് മിർആത്തുൽ മിഷ്കാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും പിന്നെ ഉത്തരേന്ത്യയിലെ അഹ്ലെ ഹദീസിൽപ്പെട്ട ഒരു ഉബൈദുല്ലാ അൽ മുബാറക് ഫൂരി എന്ന് പറയുന്നുള്ള ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം രചിച്ച ഒരു 14 വാള്യങ്ങളിൽ മിർആത്തുൽ മഫാത്തിഹ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. രണ്ടും തമ്മിലുള്ളൊരു താരതമ്യ പഠനമാണ് എൻ്റെ തീസിസ് എന്ന് പറയുന്നത്. മിർആത്തും മിർആത്തും. അപ്പോൾ ഈജിപ്തിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ തുർക്കിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഹദീസിൽ തന്നെയാണ് പഠനം. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിലേതുള്ളത് കുറച്ചുകൂടി വൈജ്ഞാനികമായി നോക്കുകയാണെങ്കിൽ ആഴത്തുള്ള പഠനം ഈജിപ്തിൽ തന്നെയാണ്. പക്ഷേ കുറേ കൂടി ആധുനിക കാലത്തുള്ള കുറേ എന്താ പറയുക ഒരു വെസ്റ്റേൺ അക്കാഡമിക്സുമായി കുറേ കൂടി നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മോഡേൺ അക്കാഡമിക് സ്വഭാവത്തിൽ കുറേ കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതാണ് തുർക്കിയിലെ പഠനം എന്നുള്ളത്. കാരണം ഒരു വർഷങ്ങളായിട്ട് ഇസ്ലാമിക് സ്റ്റഡീസിൽ അക്കാഡമിക് തലത്തിൽ നിന്നുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഇങ്ങനെ റിസർച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു ടൂൾസൊക്കെ പഠിക്കുക. കാരണം ഞാൻ സാധാരണ അറബി കോളേജിൽ പഠിച്ച വന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിലെത്തിയതിന് ശേഷം കൂടുതൽ പഠിക്കുമ്പോൾ എന്താ പറയുക കുറേ കൂടി നമ്മളൊരു ഇതുണ്ടല്ലോ, ഇപ്പം നെദ്വയുടെ ഒക്കെ ഒരു കൺസെപ്റ്റ് ഇതാണ്, അൽ ജംഉ ബൈന അൽ ഖദീം സാലിഹ് വൽ ജദീദ് നാഫിഅ്. പുതിയതിനെയും പഴയതിനെയും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളൊരു സാധനം. അപ്പം അങ്ങനൊരു ആഗ്രഹം ഉണ്ടായ സമയത്താണ് തുർക്കിയിലേക്ക് എത്തുന്നുള്ളത്. അതായത് ഇപ്പോൾ തുർക്കി, ഈജിപ്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു കൗതുകം ഉണ്ടാവും. എങ്ങനെയാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? നിങ്ങളെങ്ങനെയാണ് ഫസ്റ്റ് ഈജിപ്തിലാണല്ലോ പോകുന്നത്, പിന്നെ അതിനുശേഷം തുർക്കി. ഡിഗ്രി ഉണ്ട് നേർക്ക് ഈജിപ്തിൽ പോയല്ലേ? ഈജിപ്തിൽ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. എൻ്റെ എല്ലാവർക്കും അറിയേണ്ടത് ചെയ്തത് കുറേ ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എത്തിയതിനു ശേഷവും പോകുന്നതിന് മുമ്പും പിന്നെ കുറേ സുഹൃത്തുക്കൾ ഉണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിലേത് അങ്ങനെ തന്നെയാണ്. അവിടെ ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആണ്. പേപ്പർ വർക്ക് കാര്യങ്ങൾ ഇപ്പോഴും കൈകൊണ്ടുള്ള എഴുത്തിനാണല്ലോ, സിസ്റ്റത്തിലൊന്നുമില്ല. സിസ്റ്റത്തിലേക്ക് മാറി വരുന്നുണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് ടൈം എടുക്കും. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ 2 വർഷം എന്നുള്ളത് അവിടെ ഇല്ലീഗലായിട്ടാണ് താമസിച്ചത്. വിസ ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ, കൃത്യമായിട്ട് അഡ്മിഷനും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൊറോണ വന്നു. പിന്നെ അങ്ങനെ കുറേ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടാണ് 3-ാമത്തെ വർഷമാണ് ഞാൻ ഔദ്യോഗികമായിട്ട് എൻറോൾ ചെയ്തത്. 2-ാമത്തെ വർഷം ചെയ്തിരുന്നു, പക്ഷേ അവസാനം പരീക്ഷയോട് അടുത്തപ്പോഴാണ് ഇപ്രാവശ്യം പരീക്ഷ എഴുതാൻ പറ്റൂല, അഡ്മിഷൻ ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് 2-ാമത്തെ വർഷം കഴിഞ്ഞു. കൊറോണ കൊറോണ ആയിരുന്നു, പക്ഷെ കൊറോണ ഒരു വിഷയമായിരുന്നില്ല, കൊറോണ ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല. പക്ഷെ അവിടെയുള്ള ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പ്രശ്നങ്ങളാണ് പിന്നെ അവിടെ ആ വർഷം പരീക്ഷ എഴുതാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് അതങ്ങനെ പോയി. അതായത് നാട്ടിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള സുഹൃത്തുക്കൾ അവിടെ ഓൾറെഡി ഹദീസായിട്ട് തന്നെ പോയതാ ഈജിപ്തില്. അങ്ങനെ ഹദീസ് നോക്കി തന്നെ ഹദീസ് ഉപരിപഠനം ചെയ്യാനുള്ള താല്പര്യം. നമ്മുടെ നാട്ടിൽ തന്നെ കുറേ വിദേശ രാജ്യങ്ങൾ ലൈക്ക് എന്താണ് സൗദി, ഖത്തർ അല്ലെങ്കിൽ UAE അങ്ങനെയുള്ള മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ്. എന്തുകൊണ്ട് ഈജിപ്ത് എന്നുള്ളത് അസ്ഹറിൽ പഠിക്കാന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു പണ്ട് മുതലേ. പിന്നെ ബാക്കിയുള്ളടത്തൊക്കെ നോക്കിയിരുന്നു ഞാൻ, പക്ഷെ എന്നിരുന്നാലും അസ്ഹറിൽ എന്തോ പഠിച്ചങ്ങോട്ട് ഇങ്ങോട്ട് എത്തിച്ചു. അൽഹംദുലില്ലാഹ് ഖൈറായിരുന്നു. പിന്നെ നമുക്ക് ഔദ്യോഗികമായിട്ട് പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അനൗദ്യോഗികമായിട്ട് പഠിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അത് വലിയ രീതിയിൽ തന്നെ. പക്ഷെ ഇപ്പോൾ അസ്ഹറിൽ പഠിക്കാൻ പോകുന്ന ആളാണെങ്കിൽ പോലും നമ്മുടെ സമയത്തെ കൃത്യമായിട്ട് ഓറിയൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടമായിരിക്കും. കാരണം യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ എൽമുകൾ കിട്ടുന്നുള്ളത് യൂണിവേഴ്സിറ്റിൻ്റെ പുറത്തുനിന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അസ്ഹർ യൂണിവേഴ്സിറ്റിയും അസ്ഹർ പള്ളിയും രണ്ടാണ്. അപ്പോൾ അസ്ഹർ പള്ളി എന്ന് പറയുമ്പോഴേക്ക് പഴയ പള്ളി, പിന്നെ ഫാത്തിമകൾ ഉണ്ടാക്കിയിട്ടുള്ള പള്ളി, അതിനുശേഷം ഓരോ കാലഘട്ടത്തിലും വികസനം വന്ന വലിയൊരു പള്ളിയും മുറ്റൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ദിവസവും ക്ലാസ്സുകളുണ്ട്. അത് രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഹദീസുകളാണെങ്കിൽ സഹീൽ ബുഖാരി അല്ലെങ്കിൽ സഹീ മുസ്ലിം, ഉസൂൽ ഹദീസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തദ്രീബുർ റാവിയോ അല്ലെങ്കിൽ മുഖദ്ദിമ, അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളുണ്ടാവും. അപ്പോൾ ഈ കിതാബുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവിടുത്തെ വലിയ വലിയ ശൈഖന്മാരനായിരിക്കും പ്രായം ചെന്ന, ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പോലും സ്ഥിരമായിട്ട് പോകാത്ത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദർസുകൾ മാത്രം ചെയ്യുന്ന ശൈഖന്മാരായിരിക്കും. അവരുടെ ക്ലാസ്സുകളുണ്ടാകും. അപ്പോൾ അത്തരം ക്ലാസ്സുകൾ നമ്മൾ ഇവരുടെ ഫേസ്ബുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഷെഡ്യൂൾ കിട്ടും. അന്ന് ആര് വരുന്നില്ല, എല്ലാ അപ്ഡേറ്റ്സും ഫേസ്ബുക്കിലാണ്. ഈവൻ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിസക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അവിടുത്തെ ഇക്കാമക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര് ലിസ്റ്റൊക്കെ വരെ ഫേസ്ബുക്കിലാണ്. വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാന്നുള്ള കുറേ പണിയാണ്. എന്താ ഏറ്റവും എളുപ്പം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാന്നുള്ളതാണ്. കുറേ ഇങ്ങനെ ബുദ്ധിമുട്ട് എന്നുള്ളത് മിസ്ത്രികൾക്ക് ഇഷ്ടമല്ല. അവർക്ക് എന്താണ് കാര്യം നടന്നാൽ മതി. ഫേസ്ബുക്കിൽ എല്ലാവരും എപ്പോഴും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ പേര് വന്നിട്ടുണ്ടോ എന്നിട്ട് നോക്കും. സ്കോളർഷിപ്പിൻ്റെ ഒക്കെ ഉണ്ട്. ഇപ്പോൾ അസറിൽ സ്കോളർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ സ്കോളർഷിപ്പ് ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ വെബ്സൈറ്റ് പോലത്തെ സാധനം ഉണ്ട്, ഫേസ്ബുക്കിലാണ് പേര് വരാം. കിട്ടിയാലോ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടാവും. അതിൽ ഒരു അതിൽ ഫേസ്ബുക്കിൽ ഒരു ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഇടും. സ്ക്രീൻഷോട്ട് മീൻസ് അതായത് അവരുടെ ഫയലിൻ്റെ ഫോട്ടോ ഉണ്ടാവില്ലേ എല്ലാവരും പേരുള്ള, അങ്ങനെ ഉണ്ടാവും. അതാണ് രസം. ഫേസ്ബുക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ നോർമൽ കോളിന് ഒരു മെസ്സഞ്ചർ യൂസ് ചെയ്യും. സാധാ കോളിന് ഒരു മെസ്സഞ്ചർ അങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാര്യം നടന്നാൽ മതി എന്നുള്ളതാണ് അടുത്ത പ്രധാനം. അസ്ഹർ പള്ളിയും യൂണിവേഴ്സിറ്റിയും വേറെ തന്നെ ക്ലാസ്സുകൾ അതേപോലെ തന്നെ പള്ളിയിൽ മാത്രമല്ല, പള്ളിയിൽ തന്നെ ഒരേ സമയത്ത് പള്ളിയിൽ റുവാക്ക് എന്ന് പറയും. റുവാക്ക് എന്ന് പറഞ്ഞാൽ തൂണുകൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഓരോ ഭാഗങ്ങൾ, ഇപ്പോൾ അബ്ബാസ്, റുവാക്ക് അബ്ബാസ്, റുവാക്ക് മഗാരിബ, പിന്നെ അദ്ദില്ലൽ ഉസ്മാനിയ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ഭാഗങ്ങളുണ്ട്. ഓരോ ഭാഗത്തും ചിലപ്പോൾ ഒരേ സമയത്ത് 3-4 ദർസുകളുണ്ടാവും. അപ്പോൾ ചിലത് സ്ത്രീകൾക്ക് മാത്രമുള്ളതുണ്ടാകും, ചിലത് കോമൺ ആയിട്ടുണ്ടാകും. കോമൺ ആണെങ്കിൽ അവിടെ സ്ത്രീകളുണ്ടാകും, പുരുഷന്മാരുണ്ടാകും. അതായത് തജ്വീദ് മുതൽ ക്ലാസ്സുകളുണ്ട്. തജ്വീദ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഫിഖ്, ഉസൂൽ ഫിഖ്, അതിൽ തന്നെ 4 മദ്ഹബുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറെ വേറെ ക്ലാസ്സുകളുണ്ട്. ഹദീസ്, തസൂഫ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ ഇതേപോലെ മദിയഫ് പറയുന്നുണ്ട്. മദിയഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലൊരു സാധനം. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല, മഹദ് പറയാണ്. ഇത് വെറും ദർസുകൾക്ക് വേണ്ടി മാത്രമാണ്. അവിടെയുള്ള ഫ്രീ ആണ്, കൂടുതലും ഫ്രീ. ചിലതിനൊക്കെ ചെറിയ പൈസ ഉണ്ടാകും. ഇപ്പോൾ ചിലപ്പോൾ ചില ക്ലാസ്സുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇജാസയോടുള്ള ചില ക്ലാസ്സുകൾ ഉണ്ടാവും, ചെറിയ പൈസ ഉണ്ടാവും. ഈ ഉസ്താദ്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഉസ്താദ്മാർ ചിലത് സെയിം ഉണ്ടാകും. എല്ലാ മശായിഖ്മാരും യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അസ്ഹറിൻ്റെ പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ചില ആൾക്കാർ ഫത്വൻ്റെ ആയിരിക്കും, ചില ആൾക്കാർ ബഹ്സിൻ്റെ ഫീൽഡിലായിരിക്കും, ചില ആൾക്കാർ എന്താ ദാവത്തിൻ്റെ ഫീൽഡിലായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ എടുക്കാനാകുമ്പോൾ അവർ വരും. ഓരോ മെയിൻ ജോലി എന്നുള്ള അവിടെ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മേഖലകളുണ്ട്. എല്ലാവരും പക്ഷേ അസ്ഹറിൻ്റെ കീഴിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മദിയഫകളുണ്ട്, അവിടെ കുറേ ക്ലാസ്സുകളുണ്ടാകും. ഇതേപോലെ തന്നെ
അതായത് ആഴ്ചയിൽ ഓരോ ദിവസം ഓരോ സമയം കൃത്യമായിട്ട് അവിടെ വിദ്യാർത്ഥികൾ പലരും വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ലേഖനത്തിൽ നിങ്ങൾ എഴുതി എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് ഒരു ഭാഗം, എന്താണ് സിറിയക്കാർക്ക് ഒരു ഭാഗം. അത് പഴയ കാലത്താണ്. ഇപ്പോൾ ഞാൻ റുവാക്ക് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ തന്നെയായിരുന്നു താമസം. അസർ ഒരു യൂണിവേഴ്സിറ്റി അതിന് മുമ്പ് വരെ പള്ളിയിൽ തന്നെയായിരുന്നു താമസം. അപ്പോൾ പള്ളിയിൽ ഇപ്പോൾ ഓരോ ഭാഗത്ത് ഇപ്പോൾ സയ്യിദികൾക്കൊരു ബാബുണ്ട്. സയ്യിദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം ഈജിപ്തിലുള്ള ആൾക്കാർ ഒരു വരുമ്പോൾ ആ വഴി കൂടി അധികം വരാം. അപ്പോൾ അതുകൊണ്ട് ആ വാതിൽ ഓരോ പേരിലാണ് അറിയപ്പെടുക. അതേപോലെ തന്നെ പിന്നെ റുവാക്കല്ല, പിന്നെ ഇന്തോനേഷ്യക്കാരത്, ഇന്ത്യക്കാർ പേരിൽ ഇപ്പം ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻസൊക്കെ കൂടുതൽ താമസിച്ചിരുന്നു. ഇന്തോനേഷ്യക്കാരുടെ ഒരു സ്ട്രീറ്റിൽ തന്നെ ഇന്തോനേഷ്യക്കാരുടെ സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുക. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ എത്രത്തോളം ഇന്തോനേഷ്യക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ നാട്ടിൽ നിന്നുള്ള എല്ലാ സ്നാക്സുകൾ അവിടെ കിട്ടും, പിന്നെ ഫുഡുകൾ കിട്ടും, ഈവൻ ബാർബർ ഷോപ്പ് വരെ അവരുടെ ഉണ്ട്. ഈ ചൈന സ്ട്രീറ്റ് ഒക്കെ നമ്മൾ ഈ അസ്ഹറിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ കൂടുതൽ ഇവരെ ഉണ്ട്. ഇന്തോനേഷ്യക്കാരും മലേഷ്യക്കാരൊക്കെ അത്യാവശ്യമുണ്ട്. അവർക്ക് പിന്നെ അസ്ഹറിൻ്റെതും അല്ലാതെ അവരുടെ ഗവൺമെന്റ് സ്കോളർഷിപ്പ് വരുന്നുണ്ട്. ഇല്ലീഗലായിട്ട് നിന്നെന്ന് പറഞ്ഞില്ല. അപ്പോൾ അപ്പം ഉണ്ടായ കുറച്ച് എന്തെങ്കിലുമൊക്കെ എങ്ങനെ നിന്നത്? പിന്നെ ആ സമയത്ത് നിങ്ങൾ ഈ പള്ളിയിലായിരുന്നു ക്ലാസ് പങ്കെടുക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലായിരിക്കും പങ്കെടുക്കുക. ഒന്നുകൂടി ഷെഡ്യൂൾഡ് അല്ല, നിങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോവുക പങ്കെടുക്കുക അങ്ങനെ? കൂടുതൽ അങ്ങനെയായിരുന്നു. പിന്നെ രണ്ടാമത്തെ വർഷം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ കൃത്യമായിട്ട് പോയിരുന്നു. പിന്നെ ഏകദേശം കൊറോണ വന്ന് കുറച്ച് കാലം വരെ ഓൺലൈനും ആയിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലാസ്സുകൾ പങ്കെടുത്തിരുന്നു. അപ്പോഴാണ് പരീക്ഷയോട് അടുക്കാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴാണ് തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ സമയത്ത് വരെ പിന്നെ ക്ലാസ്സുകളും പങ്കെടുത്തു. പിന്നെ ഇത് നടക്കൂലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്ര സ്ട്രിക്റ്റ് തന്നെയാണ്, പക്ഷെ പിടിക്കും, ചോദിച്ചു കഴിഞ്ഞാൽ അസ്ഹറിലെ വിദ്യാർത്ഥിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വിടാറുണ്ട് പൊതുവെ. എന്നെ രസമായെന്ന് പറഞ്ഞാൽ തൂരിസീനയിൽ ഞാൻ 2-3 വട്ടം പോയിട്ടുണ്ട്. പൊതുവെ തൂരിസീന മലയുണ്ടല്ലോ, സീനാ പർവ്വതം. അപ്പോൾ അവിടെ ഒരു 3 വട്ടം ഞാൻ പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രാത്രി ഇവിടുന്ന് ഒരു വൈകുന്നേരം രാത്രി ആകുമ്പോഴേക്കും ഇവിടുന്ന് ബസ് കയറും. കയറൊന്ന് കയറി കഴിഞ്ഞാൽ രാത്രി എത്താം. ഒരു 12-1 മണി 2 മണിക്ക് ആകുമ്പോഴേക്കും എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ സുബിയിലേക്ക് മുകളിലേക്ക് കയറലാണ്. അത് ട്രക്കിംഗ് ആണ്, ഒരു രസമുള്ള ട്രക്കിംഗ് ആണ്, നല്ല ഭംഗിയാണ്. മൂസാ നബിയുടെ തന്നെയാണ്. പിന്നെ അത് നല്ല രസമുള്ളൊരു അനുഭവമാണ്. പിന്നെ ആദ്യം പോയ സമയത്ത് ആ മലേൻ്റെ മുകളിൽ മഞ്ഞൊക്കെ കണ്ടിരുന്നു. മരുപ്രദേശമാണല്ലോ, നിങ്ങൾക്ക് തണുപ്പ്. അല്ല നമ്മള് ശരിക്കും അങ്ങനല്ലേ, നമ്മള് പ്രവാചകന്മാരുടെ ലിറ്ററലി പിന്തുടരാണ്. മൂസ അലൈഹി ഇസ്ലാം ക്ലേശങ്ങൾ നമ്മളും ക്ലേശം അനുഭവിക്കുക. അതേ മരൊക്കെ അല്ല മൂസ നബി മുകളിൽ നിന്നാണല്ലോ പിന്നെ ബോധക്ഷയം സംഭവിക്കുന്നത്. ആ തജല്ലി സംഭവിച്ചു എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇപ്പോൾ സെൻറ്റ് കാത്രീൻ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഒരു മുകളിലൊരു ചർച്ചുണ്ട്. അപ്പോൾ ആ ചർച്ചിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് പിന്നെ കൈറോന്ന് ഫലസ്തീനിലേക്കുള്ള റൂട്ടാണ്, റഫാ അതിർത്തിയിലേക്കുള്ള. അതുകൊണ്ട് തന്നെ നമ്മളൊരു 10 ചെക്ക് പോസ്റ്റെങ്കിലും മിനിമം ചെക്ക് ചെയ്ത് കിടക്കും. എല്ലാം ചെക്ക് ചെയ്യാതെ വിടുന്നതും ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിലായിരിക്കും പോവുക, വലിയ ബസ്സിൽ. അപ്പോൾ ഇറക്കിയിട്ട് എല്ലാവരും ബാഗും പിടിച്ചിങ്ങനെ നിൽക്കും ലൈനായിട്ട്. അപ്പോൾ ബാഗും തുറന്നിക്കും, ഒരു പട്ടിയും പോലീസുകാരനിങ്ങനെ വന്ന് ചെക്ക് ചെയ്ത് പോവും. പിന്നെ പാസ്പോർട്ട് നോക്കും. പാസ്പോർട്ട് നോക്കുമ്പോൾ എല്ലാ പ്രാവശ്യം പിടിക്കും, വിസ ഇല്ല എന്ന് പറയും. അപ്പോൾ എന്താ വെച്ചാൽ അസർ സ്റ്റുഡൻ്റാന്ന് പറയും. പിന്നെ അങ്ങനെ വർത്താനം പറയാം. പിന്നെ അറബി അറിയുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല സംസാരം പറഞ്ഞ്. പിന്നെ അവർക്ക് പിടിച്ചെന്തിനാ അവർക്ക് അവരെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഷാറൂഖ് ഖാൻ ഇങ്ങനെ കുറേ സാധനങ്ങൾ ചോദിക്കും. ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരനോ അറബി അറിയുന്ന ഇന്ത്യക്കാരനാ? ഷാറൂഖ് ഖാനും മറ്റേ അമിതാഭ് ബച്ചനും മറ്റേ സൽമാൻ ഖാൻ, അങ്ങനെ പഴയ കുറേ സിനിമകളുണ്ടല്ലോ. അവർക്ക് ഇന്ത്യൻ സിനിമകൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെയുള്ള കുറേ കഥകളൊക്കെ ചോദിക്കും. ബസ് ഡ്രൈവർ ഇപ്പുറന്ന് വിളിക്കണ്ടാവും, പെട്ടെന്ന് നമുക്ക് പോകാനുണ്ട്. പക്ഷെ ഒരു വട്ടം പിടിച്ച് അത്യാവശ്യം ബുദ്ധിമുട്ടിച്ചിരുന്നു. ലാസ്റ്റ് ടൂറിസ്റ്റിന് എത്താൻ 3ാമത്തെ പ്രാവശ്യം പോയപ്പോൾ. അപ്പം ഞാൻ അറബി അറിയാത്ത പോലെ ബബ്ബ പഠിച്ച് മുണ്ടി. അപ്പോൾ എന്നാ പോട്ടെന്ന് പറഞ്ഞു വിട്ടു. അറബി അറിയാന്ന് പറഞ്ഞല്ലോ, അത് ഈജിപ്തിൽ എത്തിയതിനു ശേഷമാണോ കൃത്യമായിട്ട് അതിലേക്ക് എത്തിയ, അല്ലെങ്കിൽ മുമ്പേ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുമായിരുന്നു? അറബി അത്യാവശ്യത്തിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പഠിച്ചിരുന്നു സ്ഥാപനത്തിൽ നിന്ന്. ഈജിപ്തിലെത്തിയിട്ട് പക്ഷേ ഈജിപ്തിലെത്തിയപ്പോഴേക്ക് ഈജിപ്ഷ്യൻ അറബിയും നമ്മളെ അറബിയും വ്യത്യാസമുണ്ട്. അവിടുന്ന്
പിന്നെ ഒരു ബേസിക്കൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇങ്ങനെ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്താ പറയണ്ടത്, ഇപ്പൊ കാഫിനെ ഒരു ആ എന്നാ പറയാ, കലം എന്നുള്ളത് അലം എന്നാ പറയാ. അലമിനെന്തോ പറയാ, അലം അത് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ജീമിനൊക്കെ എന്നുള്ള പൊതുവെ അധികം യൂസ് ചെയ്യാം. പക്ഷെ കലം കാഫിന് ആ എന്ന് പറയുന്നുള്ളത് അത് ഈജിപ്ഷ്യൻസ് എല്ലാവരും പറയല്ലോ കേട്ടോ. ഇപ്പോൾ സൈഡിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അപ്പർ ഈജിപ്തിലേക്ക് സൗത്ത് ഈജിപ്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാഫിനെ ഗാ എന്നൊക്കെ പറയും. ഇപ്പോൾ സുഹാജ് പോലെ ഗാ സാധാരണ അറബികളൊക്കെ പോലെ പറയും. പിന്നെ കുറേ കൂടി സ്പീഡാണ്, പിന്നെ ഭയങ്കര ചുരുങ്ങിയതാണ് അറബി. ഇപ്പോൾ കൈഫ ഹാലുക്ക എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ കുറേ ടൈം എടുക്കൂലേ, ആമിലേ 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 എന്ന് പറയില്ല, എന്തല്ല എ എന്നുള്ള കുറേ യൂസ് ആയിരിക്കും. എന്താന്നുള്ള എല്ലാം പറഞ്ഞ അവസാനം ഇസ്മക്കേ, അങ്ങനെ ആ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ അതിങ്ങനെ പഠിച്ച് വന്ന് പിന്നെ അൽഹംദുലില്ലാ ഈജിപ്ഷ്യൻ അറബി ഇങ്ങനെ പഠിച്ചു. അതിൽ ഈജിപ്തിലെ ചെക്കിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ഈജിപ്തായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു ഓർമ്മകളിൽ ഒന്ന് ഈജിപ്ഷ്യൻ മുല്ലപ്പൂ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ, ഓർമ്മകൾ. പിന്നെ ഒന്ന് ബെന്യാമിൻ്റെ മന്നവയിൽ മരണങ്ങൾ എന്നിട്ടൊരു പുസ്തകം, ഒരു നോവൽ, 2 നോവലാണ്. അൽ അറേബ്യ നോവൽ ഫാക്ടറി, മന്നവയിൽ മരണങ്ങൾ, അൽ അറേബ്യ നോവൽ ഫാക്ടറിയും മുല്ലപ്പൂ നിറമുള്ള പകലുകളും. ഇതിൽ അൽ അറേബ്യ നോവൽ ഫാക്ടറിയിൽ ഈജിപ്തിലേക്ക് പോകുമ്പോൾ ചെക്കിങ്ങിലൊരു സീന് പറയുന്നുണ്ട്. ആ ചെറുപ്പത്തിലായിട്ടാണ് ഇപ്പോഴും സ്ട്രൈക്കായിട്ട് ഇങ്ങനെ വളരെ വൾഗറായിട്ട് പെരുമാറുന്നൊരു ഓഫീസർ, പിന്നെ അതും നഗ്നനാക്കുക, അങ്ങനത്തെ കുറേ ഇടപാടുകൾ, പിന്നെ അവിടെ ഇവിടങ്ങളിലൊക്കെ അനാവശ്യ സ്പർശങ്ങൾ, അങ്ങനെയൊക്കെ രീതിയിലുള്ള ചെക്കിങ്ങാണ് അവിടെ നേരിട്ടിട്ട്. അല്ല, സംഭവം എന്താണ്, ഒരു ലിറ്റററി വർക്ക്, സാഹിത്യ വർക്കാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ തങ്ങിക്കാണ് ഈജിപ്തിലെ ചെക്കിങ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എപ്പോൾ വരുന്ന ചിത്രം എന്താണ്, ഈ ഞാൻ വായിച്ചൊരു വൾഗർ ചിത്രമാണ്. അപ്പോൾ റോങ് നരേഷനാണ്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ചെക്കിങ് എന്നുള്ളത് പൊതുവെ ഈജിപ്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയാം, എയർപോർട്ടിൽ അവിടെ ഇരിക്കുന്ന ആളെ സ്വഭാവം പോലെ ഇരിക്കും. എല്ലായിടത്തും അങ്ങനെ തന്നെ ഏകദേശം എയർപോർട്ട് അങ്ങനെ വേണം പറയാം. കാരണം ഈജിപ്തിന് ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ അലക്സാണ്ട്രിയ എയർപോർട്ടിലാണ് ഇറങ്ങിയത്, ഈ തുർക്കിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ മലേഷ്യൻ സുഹൃത്തുണ്ടായിരുന്നു. മൂപ്പര് പിന്നെ മലേഷ്യൻ പാസ്പോർട്ട് കുറച്ച് സ്ട്രോങ് പാസ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇറങ്ങിപ്പോയി. എന്നെ പിടിച്ച് നിർത്തി, കുറേ ചോദിച്ചു. പിന്നെ അവസാനം വരെ നിർത്തിച്ചു, എന്നെ തിരിച്ചേക്കാന്നുള്ളതിലേക്ക് എത്തിയിരുന്നു. പക്ഷെ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ചു, പല രീതിയിലുള്ള തീവ്രവാദം എന്തുണ്ടോ അങ്ങനെയുള്ള എക്സ്പ്ലിസിറ്റായിട്ട് തന്നെ ചോദിക്കും. പിന്നെ തിരിച്ച് ഇവിടെ എന്തിനാ മുമ്പ് ഉണ്ടായത്, ഇപ്പം എന്തിനാ പിന്നെ പോയത്, അങ്ങനെയുള്ള ചോദ്യം ചോദിച്ച് നമ്മൾ ചില ആൾക്കാർ തിരിച്ചയച്ചിട്ടുണ്ട്. പിന്നെ എനിക്കറിയുന്ന സുഹൃത്തുക്കൾ തന്നെ ചില ആൾക്കാരെ വിസയുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, മറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ടുണ്ട്. സ്റ്റുഡൻസ് തന്നെ വെച്ചാൽ അവിടെയുള്ള ആൾക്കാരായിട്ടുള്ള പെരുമാറ്റം എന്ന് വെച്ചാൽ ഇങ്ങനെ പറയും, മിസിരികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര റൂഡാണ്, ഭയങ്കര അങ്ങനെ സ്വഭാവമുള്ള ആൾക്കാരാണ്. അതവര് സംസാരത്തിൽ നിന്ന് തോന്നിയാണ്. കാരണം ഇവർ ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കും, ഒരു മെല്ലെ സംസാരിക്കില്ല, വളരെ കുറവാണ്. ഡ്രൈവിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്, അടിച്ച് പൊളിച്ച് ഓടിക്കില്ല. ഇപ്പം ഇന്ന് ഒരാളെ അനുഭവം വായിച്ചതാണ്. ഈജിപ്തിൽ പോയിട്ട് ഇപ്പോൾ 6 വരി പാതയാണെങ്കിൽ 10 വണ്ടികൾ ഓടുന്നുണ്ടാവും, പക്ഷെ ഇടിക്കോ അതില്ല. പക്ഷെ നല്ല രസമാണ്. ഇടിച്ചാൽ എങ്ങനെ അറിയോ, ഇടിച്ചാൽ പിന്നെ ചിലപ്പോൾ 2 തേർ വിളിച്ച് പിന്നെ ഓടിക്കോളും. അങ്ങനെയാണ്. ഒരു ഫുലൂസ് ചോദിച്ച ഒരു ഉദ്യോഗസ്ഥ കിളവനോട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കയ്യിലുള്ള ആ പേന ഇങ്ങ് തന്നേക്ക് എന്നായി. മൂത്രമൊഴിക്കാൻ വരെ ഫുലൂസ് ചോദിച്ചു കളഞ്ഞു. ആ വഷളന്മാർ, ദൈവമേ, സാധാരണ ഉദ്യോഗസ്ഥന്മാരെ ഇവരൊക്കെ എങ്ങനെയാണെങ്കിൽ ഇവരുടെ മുത്തപ്പനായ ഹുസ്നി മുബാറക്ക് എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ഓർത്തത്. കുറേ മുമ്പുള്ള എഴുത്താ. അപ്പോൾ കൈക്കൂലി അങ്ങനെ ഇതുണ്ടോ അവിടെ? കൈക്കൂലി എല്ലായിടത്തും ഉണ്ട്. അസഹറിലെ ഒരാള് കുറെ ചോദിച്ചു വെറുപ്പിച്ച അവസാനം നമ്മളെ ഓനെ എന്താ പറയാ, മുപ്പരെ അസഹറിൽ ക്യാമ്പ് മുപ്പരെ നമ്മളെ അമീദിന്റെ കംപ്ലൈന്റ് കൊടുത്ത് അവസാനം പിന്നെ ഇപ്പം അവിടെ ഉണ്ട്. എന്നാലും പിന്നെ നന്നായി. എങ്ങനെ, എന്തിനാണ് ഈ നമ്മള് സർവീസ് ചോദിക്കുമ്പോൾ കൈക്കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, എന്തിനും കൈക്കൂലി ചോദിക്കും. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളാണ്. ഇപ്പോൾ എനിക്കൊന്ന് ഒരു ടൂറിസ്റ്റായിട്ട് യാത്ര ചെയ്ത ആളുടെ ഒരു അനുഭവമായിരിക്കും. നമ്മൾക്കൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, അറിയാം എന്താണെന്നുള്ളത്. പക്ഷെ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാരുടെ പ്രത്യേകിച്ച് ഒരു ബക്ഷീസ് എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ കൂടും. എന്തേലൊക്കെ കിട്ടിയാലായി അർത്ഥത്തിൽ ചോദിക്കും. പിന്നെ ചോദിക്കുന്നതിൽ രസമുള്ളൊരു രീതിയുണ്ട്. പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പരിചയമില്ല, നമ്മളെ ഭയങ്കര സ്നേഹിക്കും. ഭയങ്കര സ്നേഹിക്കണം. ഞാൻ ഒന്നും വേണ്ട, ഇനി നമ്മളെ സഹോദരൻ നമ്മളെ നാട്ടിലാണുള്ളത്, എനിക്ക് എന്താന്ന് വെച്ച് ഞാൻ എനിക്ക് ചെയ്തുതരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്ത്
അവിടെ കൊണ്ടുപോകല് ഇവിടെ കൊണ്ടുപോകല് ഹോട്ടൽ കാണിക്കല് ഇതാക്കുക കഴിഞ്ഞ അവസാനം ഒരു പൈസ പറയും. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല ആൾക്കാരാണ്. നമ്മളിങ്ങനെ അത് ടൂറിസ്റ്റ് ഏരിയയിൽ മാത്രമാണ്. നമ്മൾ പൊതുവെ ജീവിക്കുന്ന സമയത്ത് ഈജിപ്തിലെ മനുഷ്യന്മാരുടെ അനുഭവം എന്ന് പറയുന്നത് എന്താ പറയുക, നല്ല അനുഭവമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിൽ അവിടെ അടുത്ത് എന്താ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള പള്ളികളാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ തൊട്ടടുത്തുള്ളതാണെങ്കിലും കൂടുതലും നല്ല മോശം അനുഭവം എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആൾക്കാർ പിന്നെ ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോഴേക്കും പ്രത്യേകം നമ്മളോട് ഒരു സ്നേഹം, പിന്നെ അതേപോലെ തന്നെ ഒരു കൂടുതലും ഈ സിനിമകൾ, ഇന്ത്യൻ സിനിമകൾ, സീരിയലുകൾ, ഏത് ഈ നമ്മളെ സ്റ്റാർ പ്ലസിലൊക്കെ വരുന്ന സീരിയലുകളുണ്ടല്ലോ, മറ്റേ ഇവിടെ ട്രോളുന്ന സീരിയല്, അതിന്റെ പേരൊക്കെ ചോദിക്കും. നമ്മൾക്ക് ഇടുന്ന അറിയാൻ ഇതൊക്കെ. എന്ന് മാത്രമല്ല അത് ഇപ്പോഴും അറബിയിൽ ഡബ് ചെയ്ത് വരുന്നുണ്ട് അവിടെ. ഡബ് ചെയ്യുന്ന ആൾക്കാരുടെ സ്കോപ്പ് ഉണ്ട് അവിടെ. അല്ല നമുക്കിപ്പോൾ ഈജിപ്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഈജിപ്തിന് പിക്ചറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ആൾക്കാരെ പരിചയം ഉണ്ടാവും, ഈ നെറ്റിലൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് കോൺവെർസേഷൻസ്, അല്ലെങ്കിൽ സിനിമാസ് ഇല്ല പൊതുവെ നമ്മൾ ഓരോ ഫിലിംസ് കാണൽ കുറവാണ്. ഒരു ആക്ടറായിട്ട് എനിക്ക് അറിയുള്ളൂ, മുഹമ്മദ് റമദാൻ, അങ്ങനെ ഒരു ആക്ടറില്ലേ, എന്താ അങ്ങനെ ഒരു ആക്ടറില്ലേ, ഒരു മമ്മൂട്ടിയാണ്. നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണും, ഇടയ്ക്ക് കൊളാബറേഷൻസ് ഒക്കെ ഇങ്ങനെ അടിയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണും. പിന്നെ ഈജിപ്തിനെ കുറിച്ച് നമ്മൾ പിന്നെ വായിച്ച പുസ്തകങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൂ പരിചയം ശരിക്ക്. പിന്നെ നിങ്ങൾ മുഹമ്മദ് അബു റിസ്ക് എന്ന് പറഞ്ഞൊരു ഒരു ട്രാവലർ ഉണ്ട്, പല വീഡിയോസ് ഇങ്ങനെ ഈജിപ്തിൽ അധികം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അപ്പർ ഈജിപ്ത് ഇങ്ങനെ ശരിക്കും മത്സ്യത്തൊഴിലാളികൾ, അതേപോലെ കഴുതകൾ, കുറേ പിക്ചറൈസ്, കുറേ കഴുതകളെ കാണാം, പിന്നെ പാടങ്ങൾ, ഇതൊക്കെയാണ് മൂപ്പര ഒരു ജേണിയിൽ കൂടുതലും കാണല്. ഇത് രണ്ടാണോ കൈറോ എന്ന് പറയുന്നതും? അല്ല, ഈജിപ്തിൽ ഇപ്പോൾ കൈറോയിലുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈറോയിൽ നമ്മൾക്ക് എല്ലാം കാണാം. ഒരു മോഡേൺ ലൈഫ് സ്റ്റൈലും കാണാൻ പറ്റും, അതോടൊപ്പം തന്നെ പഴമയും പൊടിപിടിച്ചതും, പിന്നെ അതേപോലെ തന്നെ സാധാരണ ജീവിതം. ഇപ്പോൾ കഴുതവണ്ടിയും കുതിരവണ്ടിയൊക്കെ കൈറോയിൽ ഓടും. പച്ചക്കറി രാവിലെ തന്നെ പിന്നെ തൊട്ടടുത്തുള്ള പാടത്തുനിന്ന് നല്ല നല്ല പച്ചക്കറി കൊണ്ടുവരും, ഫ്രൂട്ട്സുമായിട്ട്. ഈ കുതിരവണ്ടിയിലും കഴുതവണ്ടിയിലൊക്കെ ആൾക്കാർ വരാം. അപ്പോൾ ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ നമ്മളെ നിക്കാബൊക്കെ ഇട്ടിട്ടുള്ള പെണ്ണുങ്ങൾ തന്നെ കഴുത ഓടിക്കുന്നൊക്കെ കാണാൻ പറ്റും. അതായത് ഇവരെ വാഹനം പോലെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് തോട്ടത്തിലേക്ക് ഇങ്ങോട്ടും പോകാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ. പക്ഷെ മൊത്തത്തിൽ എന്താ പറയുക, ഈജിപ്തിൽ നമ്മൾക്ക് കാണാൻ പറ്റുക ആ പഴമ ഉണ്ടല്ലോ, പഴയ നാഗരികത എന്ന് പറയുന്നത്. കാരണം ഇബ്നു ഖൽദൂൻ ഈജിപ്തിലേക്ക് വന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ സെൻറ്റർ എന്നല്ല, എന്താ പറയുക, റഅയ്തു ഹദാറത ദുനിയ ബുസ്താനൽ ആലം. ഈ ഒരു ഭംഗിയും, ഈജിപ്തിനെ കാണാത്ത ആള് ലോകത്തിനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കൈറോനെ കാണാത്ത ആള് ലോകത്തിനെ കണ്ടിട്ടില്ല. ഈജിപ്ത് നുകർന്ന ആള് പിന്നെ അവിടുന്ന് പോകില്ല. ഇപ്പോൾ ഇബ്നു ഖൽദൂൻ മരണപ്പെട്ട കൈറോയിലാണ്, പക്ഷേ അദ്ദേഹം ഖബർ എന്ന് അറിയപ്പെട്ടതല്ല. അവിടെ ഏകദേശം സ്ഥലം ഏതാണെന്നറിയാം, അവിടെ അങ്ങനെ പോയിരുന്നു, പക്ഷെ അവിടെ ഒരു അടയാളങ്ങളൊന്നുമില്ല. ആ ഒരു പഴയ ഭംഗി, നാഗരികതയുടെ എല്ലാ പ്രൗഢിയും ഇന്നും നിലനിൽക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ചിലതല്ല അധികവും വലിയ രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത്. കാരണം വലിയ രീതിയിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ വേണം. രാജ്യത്തിൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ ആ മിനാരങ്ങൾ, കാരണം പല കാലഘട്ടങ്ങളിൽ മാറി വന്നിട്ടുള്ളതാണ് ഫാത്തിമികളും അയ്യൂബികളും, അതിന് ശേഷം വന്നിട്ടുള്ള ഭരണകൂടവും അബ്ബാസികളതും പിന്നെ ഉസ്മാനികളതും എല്ലാത്തിൻ്റെയൊക്കെ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇസ്ലാമിക നാഗരികത നമുക്കവിടെ കാണാൻ സാധിക്കും. അതിനാണ് അതിൻ്റെ ഭംഗി. മാത്രമല്ല അവിടെ ഒരുപാട് പണ്ഡിതന്മാർ വന്ന് പോയിട്ടുള്ളതാണ്. നമ്മൾ ഇത്രയും ഒരുപാട് അറബി പുസ്തകങ്ങൾ ഇന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു നാട് കൂടിയാണ് കൈറോ എന്ന് പറയുന്നത്. നമ്മൾ ഈ സാധാരണ ഈ പിൻട്രസ്റ്റ് ഒക്കെ നോക്കുമല്ലോ, ഈ പിൻട്രസ്റ്റിലൊക്കെ നമ്മളെ മനസ്സിലിങ്ങനെ എപ്പോഴും ഇങ്ങനെ തരുന്നൊരു ഇമേജാണ് സ്ട്രീറ്റുകളിലൊക്കെ ഓരോ ആൾക്കാരുടെ ഫോട്ടോസ്, പ്രത്യേകിച്ച് ഈ ഖുറാകളുടെ ഫോട്ടോസ് ഉണ്ടാവും, അതേപോലെ പാട്ടുകാരുടെ ഫോട്ടോസ്, ഉമ്മുകുൽസും പോലൊക്കെ. അങ്ങനെ അവിടെ സ്ട്രീറ്റുകൾ ശരിക്കും ഇത് തന്നെയാണോ, എഴുത്തുകൾ, കാലിഗ്രഫി, ഇതൊക്കെ തന്നെ അവിടുത്തെ സ്ട്രീറ്റുകൾ നിറഞ്ഞിരിക്കണം? നമ്മളൊരു സുഹൃത്ത് പറഞ്ഞൊരു തമാശ ഓർമ്മ വരുന്നത്, കൈറോയിലെ മതിലുകളിൽ മാത്രം ഇത് ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഖത്തം തീർക്കാൻ. അതേപോലെ തന്നെയാണ് ശരിക്കും അവിടെ ഇങ്ങനെ മതിലുകളൊക്കെ കുറേ ഖുറാനായത്തുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ എല്ലാ വണ്ടികളും ഭയങ്കരമായിട്ടുള്ള തങ്ങളോടുള്ള പ്രണയമുണ്ട്. സലാത്ത് എപ്പോഴും ഇങ്ങനെ ബസ്സിൽ അവിടെ കയറി ഹൽസല്ലേ തല്യോ മാൽ നബി, നബി തങ്ങൾ ഇന്ന് സലാത്ത് പറഞ്ഞോ, അള്ളാഹു സല്ലി അലാ മുഹമ്മദ് അലൈഹി സല്ലു അൽ നബി, ഇങ്ങനെ വെറുതെ പിന്നെ അടി ഉണ്ടാകുമ്പോൾ വരെ വന്നിട്ട് ഫസ്റ്റ് തീർക്കുന്ന ഇങ്ങനെയാ സല്ലാ അൽ നബി സല്ലാ അൽ നബി. എന്നിട്ട് നിങ്ങൾ നമുക്ക് തീരുമാനമാക്കാം. ഈലെ ഇപ്പോൾ നമ്മളിപ്പോൾ പറയും ഈജിപ്ത് അങ്ങനെ ട്രഡീഷൻ്റെ അത്രയും അങ്ങനെ നിൽക്കുന്ന കുറേ മിനാരങ്ങൾ, ഉലമാക്കൾ,
ഇത്രയും വലിയ നമ്മളൊരു സംസ്കാരശീലം സല്ലി അല നബി എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ഒരു സമയത്ത് എനിക്ക് ഈജിപ്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന ചിത്രം റഫയാണ്. റഫ ബോർഡർ അടച്ചിട്ടെടുക്കുക, അതായത് ഈജിപ്ത് ഒന്ന് തുറന്നെടുത്താൽ തന്നെ ഗസയിലെ പല പട്ടിണികളും നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ളതൊക്കെ. ഈജിപ്തിൽ എങ്ങനെയാണ് ഈ ഒരു ഫലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ചർച്ചകൾ, റെസ്പോൺസുകൾ, ഉലമാക്കിടെ ഉണ്ടാകുന്ന ചർച്ചകൾ, അതൊക്കെ എങ്ങനെയാണ് ഈ ഫലസ്തീനെ ഒരു എന്താ പറയുക അവരുടെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നുള്ളത് ജനങ്ങൾ, സാധാരണ ജനങ്ങൾ. ഫലസ്തീനോടുള്ള ഐക്യത അവിടെ സംസാരങ്ങളിലാണെങ്കിലും അല്ലാത്തൊരു ചിലപ്പോൾ അവർക്ക് എല്ലാം പ്രകടിപ്പിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, ഭയങ്കര സർവൈലൻസ് ഉണ്ടാവില്ല, ചില രീതിയിലുണ്ടാകുന്നു. പക്ഷെ എന്നിരുന്നാലും എന്താ പറയുക ഭരണതലത്തിൽ വലിയ രീതിയിലുണ്ടാവില്ല, പൊളിറ്റിക്കൽ വേറെ ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ ജനങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ പിന്നെ ഫലസ്തീൻ ഇവരുടെ ഭാഗം എന്നുള്ള ഇതിനാണ്. കാരണം ഇവരുടെ കുറേ കുടുംബക്കാർ ഫലസ്തീൻ്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള അരീഷ് ഉണ്ട്. അരീഷ് ഒരു ഭാഗം അപ്പുറത്തൊരു ഭാഗത്ത് ഇപ്പുറത്തുള്ള രീതിയിൽ ഈജിപ്തിൻ്റെ ഭാഗമായിട്ടുള്ള അരീഷ് ഉണ്ട്. അവിടെയൊക്കെ കുടുംബക്കാരുള്ള ആൾക്കാരുണ്ട്. റഫ അല്ലാതെ വേറെ ബോർഡർ ഉണ്ടോ? അരീഷ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അരീഷ് എന്നുള്ളത് അതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്, ബോർഡറിൻ്റെ അടുത്തുള്ള. അവിടെ ഇടയ്ക്ക് ഈ മിലീഷ്യസ് ആയിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെയൊക്കെ കുടുംബക്കാരുള്ള കുറേ ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാരെ ഒന്ന് കണ്ടിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു പൊതുവെ ഫലസ്തീൻ ബന്ധം ഇതാണ് ഇവരുടെ ഒരു ഭാഗം തന്നെയാണ് ഫലസ്തീൻ. അതുകൊണ്ട് തന്നെ ഈജിപ്ഷ്യൻസ് ഇപ്പോൾ പിന്നെ ഫലസ്തീൻ എന്താ പറയുക ഇസ്രായേലിലേക്ക് പോകുന്ന കുറവാണ്. പുറം മീൻസ് അവർ ഐബായിട്ടാണ് കാണുന്നത്. ഇസ്രായേലിൽ പോകുന്നത് ഇസ്രായേൽ പോകും. അത് ജോർദാനിൽ പോയിട്ട് പോകണ്ടേ, ഡയറക്റ്റ് പോകാൻ പറ്റൂല. അവർ കുറച്ചായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഖുർആനായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഇവരെ ഖുർആനായിട്ട് ഉള്ള ബന്ധം ഭയങ്കരമായിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു. സഞ്ചരിക്കുന്ന ഖുർആനുകൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നൊക്കെ പറഞ്ഞിട്ട് റേഡിയോ കൾച്ചർ ഇപ്പോൾ അവിടെ ഉണ്ടോ? റേഡിയോസ് ഇങ്ങനെ ഇരുന്ന് കേൾക്കുക, അല്ലെങ്കിൽ റെക്കോർഡിങ്സ് ഇങ്ങനെ വെറുതെ അവിടെ ഇവിടെ ഓൺ ആക്കിയിടുക. കഫേകളിൽ നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ഒരു കോമൺ ആയിട്ട് തോന്നാത്തത്. ഇങ്ങനെ പ്ലേ ചെയ്ത് ഇത് വിശുദ്ധ ഖുർആനെ പറ്റിയിട്ട് പറയുന്നുണ്ടല്ലോ. ഖുർആൻ അവതരിച്ചത് മക്കയിലാണ്, എഴുതപ്പെട്ടത് ഇറാഖിലും, അതിൻ്റെ പാരായണം നടന്നുള്ളത് ഈജിപ്തിലാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഖുർആൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ആദ്യമായിട്ട് റെക്കോർഡ് നടന്നത്, വോയിസ് റെക്കോർഡ് ചെയ്തത് മഹ്മൂദ് ഖലീൽ ഹുസരിയാണ്. അത് പല റിവായത്തുകൾ അദ്ദേഹം തന്നെയാണ് ആദ്യം ചെയ്യുന്നുള്ളത്. അതിൻ്റെ മുമ്പ് റെക്കോർഡിങ്സ് ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവുള്ളൂ. ഫാത്തിഹുദ്ദീൻ നാസ് വരെ ആദ്യം ചെയ്തതാണ്. മാത്രമല്ല അദ്ദേഹം പല പ്രധാനപ്പെട്ട ബിർമിംഗ്ഹാം കൊട്ടാരം പോലുള്ള പല സ്ഥലങ്ങളിലും ഖുർആനോ കുറേ ആൾക്കാരെ ഖിറാത്തായിട്ട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കര വ്യക്തിത്വമാണ്. മാത്രമല്ല ഖിറാത്ത് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും പറ്റിയൊരു കാര്യം കൂടിയാണ് അദ്ദേഹം. പിന്നെ ഈജിപ്തിലെ പൊതുവെയുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റുകളിലാണെങ്കിൽ എല്ലായിടത്തും ഇന്നും റേഡിയോയിൽ പഴയ ഖിറാത്തുകളും പുതിയ ഖിറാത്തുകളും എല്ലാം സ്ഥിരമായിട്ട് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ താസിയത്തിൻ്റെ മജ്‌ലിസുകളുണ്ട്. അതായത് മരണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വരുമല്ലോ വീട്ടിലേക്ക് താസിയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കുറച്ച് നല്ല പൈസക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ പന്തലൊക്കെ കെട്ടി പിന്നെ ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക ഒരു കാര്യം ഉണ്ടാവും. ആളിരുന്ന് ഇങ്ങനെ ഓതുന്ന് മെല്ലെ സാധാരണ മക്കാമാത്തുകളൊക്കെ അനുസരിച്ചായിരിക്കും പാരായണം ചെയ്യുക. ആൾക്കാരൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. കുറേ നേരം വരുന്ന ആൾക്കാർ വന്ന് എല്ലാവരും സലാം പറഞ്ഞ് ഇരിക്കും. പിന്നെ അതേപോലെ തന്നെ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് എല്ലാ പള്ളികളിലും ഇതേപോലെ ഖിറാത്ത് ഉണ്ടാവും. പിന്നെ പള്ളികൾ ഖിറാത്തില്ലാന്നുണ്ടെങ്കിൽ റേഡിയോയിൽ വെക്കും. കാര്യപ്പെട്ട കാര്യങ്ങൾ ഇതിലൊക്കെ തന്നെ ഹുസരി മിൻഷാ ഒക്കെ ഈജിപ്ത് തന്നെയല്ല. അബ്ദുൽ ബാസിദ്, മഹ്മൂദ് അൽ ബന്ന, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അത് പിന്നെ എല്ലാ ഷോപ്പുകളിലും പിന്നെ ഇവർ ഖിറാത്ത് വെക്കും. കേട്ട് തന്നെ പഠിച്ച ആൾക്കാർ. ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇപ്പോൾ അസ്ഹർ പള്ളിയും തൊട്ടടുത്ത് കുറച്ച് കാലം താമസിച്ചിരുന്നു. അവിടെ താമസിക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ വാങ്ങിക്കാൻ പോകുന്ന കടയിലൊരു വയസ്സായ ഒരാളുണ്ട്. മൂപ്പര് ഇങ്ങനെ ഏതായിരുന്നു സുഹൃത്ത് റഹ്മാനായിട്ടാന്ന് തോന്നുന്നു, ഇങ്ങനെ കാര്യമായിട്ട് ഊതാ പണീൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞത് റേഡിയോ കേട്ടിട്ട് പഠിച്ചാണ് മൂപ്പര്. അപ്പം ഇങ്ങനെ പഠിച്ച ആൾക്കാരുണ്ട്. അവർക്കറിയാം കുറേ ഭാഗങ്ങളൊക്കെ കേട്ടിട്ട് തന്നെ അവർ പഠിച്ചിട്ടുണ്ട്. വേറെ അവിടെ പോയി പഠിച്ചൊന്നും ആയിരിക്കില്ല. ടാക്സിയിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഖുർആൻ പ്ലേ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിലോട്ടാണ് ഷെയ്ഖ് ഷാറാവി, മുത്തവല്ലി ഷാറാവിയുടെ ഫോട്ടോ തന്നെ എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പോൾ ജ്യൂസ് ഷോപ്പാണെങ്കിലും പിന്നെ അങ്ങനെ വേണം പറയാം, ഒരു മുജദ്ദിദ് എന്നൊക്കെയാ പറയാം. ഷാറാവി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ എല്ലാ സമയത്തും റേഡിയോയിലും പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട മജ്‌ലിസുകളിലും ഇത്രയും സാധാരണക്കാരായിട്ട് എന്താ പറയുക ഡയറക്റ്റ് കോണ്ടാക്റ്റുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ സാധാരണക്കാർ ഏറ്റെടുത്തൊരു മുഫസ്സിറാണ്. അതിൻ്റെ എനിക്കൊന്ന് റീസൺ എന്നുള്ളത് എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറേ കൂടി ഈജിപ്ഷ്യൻ ആക്സെൻറ്റിലാണ് സംസാരം. പിന്നെ ഇപ്പോൾ സംസാരത്തിൻ്റെ ശൈലി ഉണ്ടല്ലോ,
ഇങ്ങനെ ആടിക്കൊണ്ട് ഒപ്പം ഇങ്ങനെ പറയാം സംസാരിക്കാം. ആ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒച്ച കൂട്ടി കുറച്ച് ഇവര് സംസാരം എങ്ങനെയാണ് ഉണ്ടാവുക അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ഇവര് സംസാരിക്കാം. പിന്നെ ഈ നമ്മൾ ഖുറാനുള്ള പോലെ തന്നെ അവിടെ പാട്ടുണ്ടെന്ന് പറയുന്നേക്കുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് ഇപ്പോൾ പാട്ട് അവിടെ അത്ര ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അതേപോലെ ഖുറാനും അങ്ങനെ ഓതുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അറബ് വേൾഡില് പിന്നെന്താ പറയുക ആർട്ട് അല്ലെങ്കിൽ മ്യൂസിക് കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ഈജിപ്ത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറമേ നിന്നുള്ള ലബനാൻ എന്നുള്ള ആൾക്കാർ മ്യൂസീഷ്യൻസൊക്കെ പാട്ടുകാരൊക്കെ ഈജിപ്തിലേക്ക് വരും. എന്തിനാന്ന് പറഞ്ഞാൽ ഫേമസ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിച്ചു പോകും. ചില ആൾക്കാർ തിരിച്ചു പോകും, ഇഷ്ടപ്പെട്ട് അവിടെ തന്നെ കൂടും. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫൈറൂസിൻ്റെ പാട്ടുകൾ ചില ആൾക്കാർ വിചാരിക്കും പ്രത്യേക ഈജിപ്ഷ്യനാണെന്നുള്ളത്. കാരണം കുറേ പാട്ടുകൾ ഈജിപ്ഷ്യൻ ആക്സെൻറ്റിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിലായിരിക്കും പാടുക. പിന്നെ അതേപോലെ തന്നെ അറിയപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ മുൽസും ആണെങ്കിലും അബ്ദുൽ ഹലീം ഹാഫിദ് ആണെങ്കിലും പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പഴയ കാലത്തുള്ള കുറേ പാട്ടുകാരുണ്ട്. പിന്നെ ഒപ്പേറ പരിപാടികളൊക്കെ അത്യാവശ്യം നടക്കുന്നുണ്ട് അവിടെ. കോൺസേർട്ടുകൾ നടക്കുന്നുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ സ്ട്രീറ്റുകളിൽ ഇവരെ പെയിൻറ്റിങ്ങുകൾ, ഇവരെ പേരുള്ള കഫേകൾ, പിന്നെ അങ്ങനത്തെ ഈ പാട്ടുകളുണ്ടാവും. കാരണം മൂൾസൂമിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റും 10 മിനിറ്റും അല്ല, 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെയാണ് ഒരു പാട്ട് എന്നുള്ളത്. ഒരു 1967 യുദ്ധത്തിന് ശേഷം ഈ ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ അത് ശരിക്കുള്ളതാണ്. അതായത് ഈ കോൺസേർട്ടുകൾ സംഘടിപ്പിച്ചിട്ട് ആളുകളെ യുദ്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അബ്ദുൽ നാസർ കുറച്ച് പണികളൊക്കെ എടുത്തിരുന്നു എന്നുള്ളത് വായിച്ചതാണ്, ഞാൻ വായിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ അത്രത്തോളം അവിടെ ഇവർക്ക് ഈ പാട്ട് ഭയങ്കര കാര്യമാണ് കോൺസേർട്ടുകൾ. ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്. അപ്പോൾ മൂൾസൂമിൻ്റെ പാട്ടുകൾ റേഡിയോയിൽ വരുമ്പോഴേക്ക് കൈറോയിലെ കൈറോളിൽ നിന്നല്ല അറബ് വേൾഡിലെ ട്രാഫിക്കുകൾ തന്നെ കുറയുന്നുള്ളൂ. ആൾക്കാർ വണ്ടിയൊക്കെ സൈഡാക്കി പാട്ട് കേൾക്കാനായിരിക്കും എന്നുള്ളത്. കാരണം പിന്നെ ആ ഒരു ഫോട്ടോഗ്രാഫുകൾ, അതായത് കോൺസേർട്ട് നടക്കുമ്പോൾ അത് ആസ്വദിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസ് ഉണ്ട്. ആ ഫോട്ടോസ് തന്നെ ഹിറ്റായ കുറേ ഫോട്ടോസ് ഉണ്ട്. ഖുറാനും പാട്ടും, അതായത് സാധാരണക്കാർ റഹ്മാൻ പഠിക്കുന്ന കേട്ട് പഠിച്ച് ഇറച്ചി കിട്ടുകാരനും ഉമ്മുക്കുൽസുവിനെ അതേ സമയത്ത് പാടുന്ന ആൾക്കാരും സിംഗാവോ പ്രശ്നമാവോ. അതുപോലെ തന്നെ നിങ്ങൾ ആർട്ടിൻ്റെ പറഞ്ഞല്ലോ, അപ്പം നിങ്ങൾ എൽസീദിൻ്റെ മറ്റൊരു ആർട്ട് പോയിരുന്നോ? അത് പോയിരുന്നു. അത് പിന്നെ ആ സ്ഥലത്തിൻ്റെ കൈറോ തന്നെയാണ്. അത് കൈറോയിൽ കൂടുതലും ക്രിസ്ത്യൻസ് താമസിക്കുന്ന ഒരു ഏരിയയാണ്. കൈറോയിൽ ക്രിസ്ത്യൻസ് നമ്മളത് നാട്ടിലെ ക്രിസ്ത്യൻസ് പോലല്ല, അല്ലല്ല, തുനീഷ്യനാണ്. ഈ കോപ്റ്റിക് ക്രിസ്ത്യൻസ് ആണ്. ഒരേ 4 ഓരോ പിന്നെ ക്രിസ്മസിന് വരാൻ പോകുന്നുള്ളൂ, 25-നല്ല, ജനുവരി പിന്നെ 6-നാണെന്ന് തോന്നുന്നു. അപ്പോൾ കൂടുതൽ ക്രിസ്ത്യൻസ് ഉള്ളൊരു ഏരിയയാണ്. മാത്രമല്ല ആ സ്ഥലത്തിന് അറിയപ്പെടുന്നത് അർദുസിബാല എന്നാണ്. അർദുസിബാല എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഭൂമി എന്നാണ് അറിയപ്പെടുക. അവിടെ കൈറോയിലെ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്ത് അവിടെ വേസ്റ്റ് എല്ലാം കൂടി കമ്പോസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത് ഒരു പിന്നെ എന്താ പറയുക റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയില്ല. 1-2 ഡോക്യുമെൻ്ററീസ് ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ തിരിയും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തു, ഒരു 50 വീടുകൾ എടുത്തിട്ടൊരു വലിയൊരു മ്യൂറൽ ഉണ്ടാക്കി. അത് അവിടെ ഒരു മുകളിലൊരു ചർച്ച് ഉണ്ട്, ഒരു കേവി ചർച്ച്. ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഒരു മല തുറന്നിട്ടുള്ള ഒരു ചർച്ചാണത്. അവിടെ ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അത് കണ്ടിരുന്നത് അവിടെ കാണാൻ പോയി. അത് എത്തിപ്പെടാൻ കുറച്ച് പണിപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ വഴി കൂടെയൊക്കെ പോയി ഈ വേസ്റ്റും ഇതിൻ്റെ സ്മെല്ലും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയിട്ട് അവിടെ എത്തണം. അങ്ങനെ എത്തിപ്പെട്ടൊരു സ്ഥലമാണത്. അവിടെ നിന്ന് പിന്നെ അതിന് ശേഷം ഞാൻ അത് ഒരു മാധ്യമത്തിൽ ഒരു പ്രാവശ്യം എഴുതിയിരുന്നു, കണ്ടിരുന്നു. നമ്മൾ എൽസൈദിൻ്റെ ആർട്ടിക്കിളില്ല. പിന്നെ ലാംഗ്വേജസ് അറബി അല്ലാണ്ട് ഇപ്പോൾ ഈജിപ്തിൽ പോയി അറബി അവിടുന്ന് ഡയറക്റ്റുകളായിട്ട് പഠിക്കുമോ? അല്ലെങ്കിൽ അറബി എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ ലോക്കലി പഠിച്ചാണ് യൂസ് ചെയ്യാനുള്ള. ഞാൻ പഠിക്കാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് ഉണ്ട് അവിടെ, വലിയൊരു മാർക്കറ്റാണ് അത്തബ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു മുംബൈയിലൊക്കെ ഉള്ള പോലെ ഒരു ലോക്കൽ മാർക്കറ്റ്. അവിടെ പോയി ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ വെറുതെ ബാർഗെയിൻ ചെയ്യും. അങ്ങനെ ഭാഷ പഠിക്കാൻ പറ്റുമോ? സംസാരിച്ച് പഠിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറബി അല്ലാതെ ഏതൊക്കെ ഭാഷ അറിയാം? ഞാൻ പഠിച്ച ഭാഷകൾ എന്ന് പറഞ്ഞാൽ 5-6 ഭാഷ പഠിച്ചിട്ടുണ്ട്. അതായത് മലയാളവും ഇംഗ്ലീഷും അല്ലാതെ ഏതൊക്കെ ഭാഷകൾ? ഹിന്ദി ഉറുദു ഒക്കെ പഠിച്ചു, പക്ഷെ ഉപയോഗിക്കാത്തതുകൊണ്ട് വലിയ ഐഡിയ ഇല്ല. സംസാരിക്കാൻ അറിയാം. എവിടെ പോയി കഴിഞ്ഞാൽ ചാവൽ പാനിന്നൊക്കെ പറഞ്ഞാൽ രക്ഷപ്പെടാം. മറ്റേ പിന്നെ ടർക്കിഷ് പഠിച്ചിട്ടുണ്ട്. പഠിച്ചു. ടർക്കിഷ് 1 വർഷം ഫുൾ ഇരുന്ന് പഠിച്ചാണ്. C1 ലെവൽ. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈജിപ്തിൻ്റെ പറഞ്ഞല്ലോ, അപ്പോൾ ഈജിപ്തിനും തുർക്കിയും എന്താണ് അവിടുത്തെ ലൈഫും ഇവിടുത്തെ തുർക്കിയിലെ ലൈഫും എന്താണ് വ്യത്യാസം ഇങ്ങനെ തോന്നുന്നു? തുർക്കി എന്ന് പറയുമ്പോൾ തുർക്കിനെ എല്ലാവരും ഭയങ്കര കൗതുകത്തോടുകൂടി ചോദിക്കാറുണ്ട്. തുർക്കി എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് കൊടുക്കുന്ന യൂറോപ്പ് എന്നാണ് പറയാം. അത്രേ ഉള്ളൂ.
അതായത് ആ യൂറോപ്യൻ ലൈഫുണ്ട്, പക്ഷെ അവിടെ ബാങ്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഒരർത്ഥത്തിൽ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരേ സമയത്ത് റമദാൻ മാസത്തിൽ എല്ലാവരും ശൈത്താനക്കുള്ളിലായതുകൊണ്ട് നമുക്കൊരു ഒരു ഇതുണ്ടാവില്ല. പക്ഷേ റമദാനിൽ ഭയങ്കര, റമദാൻ എന്നല്ല പൊതുവെയുള്ളൊരു സാധനമാണ്. അപ്പോൾ റമദാനിൽ ഹിജാബ് ഇട്ട സ്ത്രീ റോഡ് സിഗരറ്റ് വലിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും ഉച്ചക്ക്. അതേസമയത്ത് ഹിജാബ് ഒന്നും ഇടാത്തൊരു സ്ത്രീ ഇരുന്ന് ദുആ ചെയ്ത് നോമ്പുറക്കായിരിക്കും ഉണ്ടാവും. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാഗിൽ നിന്ന് തട്ടോട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്ന പെണ്ണുങ്ങളുണ്ടാവും. അതേസമയത്ത് നിസ്കരിക്കാത്ത വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊരു സ്റ്റീരിയോ ടൈപ്പ്, നമ്മളൊരു മെൻറ്റാലിറ്റി വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് വരുമ്പോഴേക്കും സമയമെടുക്കും. നമ്മളൊരു ഇസ്ലാം നമുക്ക് അതിന് ഇവരുടെ ഇതിന് പല കാരണങ്ങളുണ്ടാകും. ഒന്ന് പിന്നെ എന്താ പറയുക, തുർക്കിൻ്റെ ഒരു നാഷണലിസ്റ്റ് സ്വഭാവം ഉണ്ടായി, അതിന്ന് മാറ്റം ഒരു 2-3 തലമുറകൾ ഒരു മദ്രസകളോ ഇല്ല തർബിയത്തോ ഇല്ലാതെ വളർന്നു വന്നേക്കല്ലേ, അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. പിന്നെ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഒരു ഇസ്ലാം തന്നെ ഫിക്സ് ചെയ്യാനും പറ്റില്ല. ഇപ്പൊ എങ്ങനെ പല ഓരോ സ്ഥലത്തും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ വിഷയമാണ്. നമ്മൾ തീരുമാനിക്കാൻ നിങ്ങൾ പറഞ്ഞില്ലേ ഈ റമദാൻ്റെ ഈ തുർക്കിയിലും ഈജിപ്തിലും റമദാനുകൾ അനുഭവിച്ചില്ല. എന്നുവെച്ചാൽ തുർക്കിയിൽ നിങ്ങൾ റമദാനിലുണ്ട്. അപ്പോൾ ഈ രണ്ടും എങ്ങനെയാണ് ഒരു രണ്ടും വേറെ തന്നെ അനുഭവിക്കും. അതിൽ ഈജിപ്തിലെ റമദാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമ്മളൊരു ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ, ഡോക്യുമെൻ്ററി ഒന്നും പറയാനില്ല, ചെറിയൊരു സാധനമാണ്. കാരണം കുറേ രണ്ടിടത്തുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാലും റമദാൻ ഭയങ്കര ആക്റ്റീവായി നിൽക്കുന്നുള്ളത് എനിക്ക് ഈജിപ്തിലത്തായി തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഫുൾ ആഘോഷമായിരിക്കും. ആഘോഷം എന്ന് പറഞ്ഞാൽ ആഘോഷം എന്നുള്ള അർത്ഥത്തിൽ തന്നെ സ്ട്രീറ്റുകൾ കംപ്ലീറ്റ്ലി ലേറ്റ് ആയിരിക്കും. പിന്നെ രാത്രി ഫുൾ ഓണായിരിക്കും. ആൾക്കാരൊക്കെ വട്ടത്തിലിരുന്ന് കുടുംബത്തോടൊപ്പം ഇരുന്ന് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവസാനമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ കൊറോണ സമയത്ത് മാത്രം പള്ളി പൂട്ടിയിരുന്നു. എല്ലാ സമയത്തൊക്കെ ഇപ്പോൾ ഓപ്പണായി. പിന്നെ തറാവി നിസ്കാരങ്ങൾ, ഖിയാം ലൈൽ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദീർഘമായിട്ടുള്ള ഖത്തം തീർക്കുന്ന പള്ളികളൊക്കെ ഉണ്ടല്ലോ. അസ്ഹറിലെ തറാവികൾ ഭയങ്കര രസമാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഹറിൽ ഇപ്പോൾ ഒരു 4 റക്അത്ത് ഒരു റിവായത്താണെങ്കിൽ അടുത്ത 4 റക്അത്ത് ചിലപ്പം വേറെ റിവായത്തിലായിരിക്കും ഓത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സുൽത്താൻ ഹസൻ മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയ പള്ളിയാണ്, ഒരു നിർബന്ധമായിട്ടും കാണേണ്ട ഒരു പള്ളിയാണ് ഈജിപ്തിലെ സുൽത്താൻ ഹസൻ. അവിടെ പഴയ കാലത്ത് 4 മദ്ഹബിൻ്റെയും മദ്രസകളുണ്ടായിരുന്നു. ഇപ്പോഴും അതൊക്കെ ഇപ്പം ഉണ്ട്, പോയി കഴിഞ്ഞാൽ കാണാം. പിന്നെ സലാഹുദ്ദീൻ അയ്യൂബി കോട്ടയുടെ നേരെ താഴെയുള്ള ഒരു പള്ളിയാണ്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ അത്രയും വലിപ്പമുള്ള ഒരു കോമ്പൗണ്ടിൽ തന്നെ വലിയ 2 പള്ളികളുണ്ടായിരുന്നു. പിന്നെ മസ്ജിദ് റിഫായി, സുൽത്താൻ ഹസൻ. അപ്പോൾ ഇതിൽ വലിയ ഓപ്പൺ സ്പേസാണ്. അപ്പോൾ അവിടെ നല്ല തറാവിയാണ്, ആൾക്കാർ അത്യാവശ്യം വരും. പക്ഷെ അവിടെ ഖത്തം തീർക്കുന്നില്ല. പക്ഷെ എന്നാലും നല്ല ഖിറാത്തായിരിക്കും. നല്ല മക്കാമാത്തുകളൊക്കെ നോക്കിയിട്ടുള്ള നല്ല ഖിറാത്തായിരിക്കും. അങ്ങനെയുള്ള ഒരു എല്ലാ പള്ളികളും 3/4 പള്ളികളും നമ്മൾക്ക് നിസ്കരിക്കാൻ ഭയങ്കര റാത്തായിരിക്കും. പക്ഷേ തുർക്കിയിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുർക്കിയിൽ റമദാൻ ആകുമ്പോഴേക്ക് അവിടുത്തെ ഔക്കാഫ് ദിയാനത്ത് എന്ന് പറയും. പിന്നെ ദിയാനത്തിൻ്റെ സ്കോളർഷിപ്പ് ആയിരിക്കും. സ്കോളർഷിപ്പ് അവലാലൊക്കെ ദിയാനത്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ ദിയാനത്ത് ആദ്യം ലിസ്റ്റ് വിടും ഏതൊക്കെ പള്ളിയിലാണ് ഖത്മുള്ള പള്ളി എന്നുള്ളത്. അവിടെ ഒരു ദിവസം ജുസോദി കുറച്ച് സമാധാനത്തിൽ നിസ്കരിക്കുക. അല്ലാത്തടുത്ത് ഭയങ്കര സ്പീഡാണ്. ഭയങ്കര സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും സ്പീഡാണ്. എങ്ങനെ പറഞ്ഞാൽ ഒറ്റ ഇപ്പോൾ അത്രക്കും സ്പീഡായിട്ട് ആണ് നിസ്കരിക്കുക. അപ്പോൾ ഒരു നിസ്കരിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവും. അത് അങ്ങനെ തന്നെ ഒരു പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. ഭയങ്കര സ്പീഡാണ്. ഇപ്പോൾ ഉറുക്കുവാണെങ്കിലും എത്തിതാലാണെങ്കിലും സുജൂദാണെങ്കിലും സ്പീഡായിരിക്കും. അപ്പോൾ അതിങ്ങനെ പോലും ഇങ്ങനെ ചൊല്ലലില്ല, അതിൻ്റെ ഇടയ്ക്ക് ചൊല്ലലുണ്ടാവില്ല. ഹനഫികളൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ ഇമാം പറഞ്ഞു കഴിഞ്ഞാൽ മതിയല്ലോ. യെസ്. പിന്നെ ഈജിപ്തിൽ ഫസ്റ്റ്, പിന്നെ തുർക്കി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും സ്ഥലത്ത് പോയോ? അതായത് ഇല്ല, ഫലസ്തീൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇറാനിൽ പോയിരുന്നു തുർക്കിയിലുള്ള സമയത്ത്. നല്ലൊരു അനുഭവമായിരുന്നു. തുർക്കിയിൽ നിന്ന് ഇസ്താംബൂളിൽ നിന്ന് ബസ്സുണ്ട്. ബസ് ഏറ്റവും ചീപ്പ്. നമ്മൾ പിന്നെ സ്റ്റുഡൻസ് ആണല്ലോ, അതുകൊണ്ട് പിന്നെ ഏറ്റവും എളുപ്പം ഏതാണോ എന്നുള്ളത് നോക്കിയിട്ട്, എളുപ്പമല്ല ഏറ്റവും നമ്മൾക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഏതാണുള്ളത്. കാരണം ഒരു 30 മണിക്കൂർ യാത്ര, 32 മണിക്കൂർ. ഇവിടെ ഇസ്താംബൂളിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തെഹ്റാൻ വരെ പോകുന്ന ബസ്സാണ്. അപ്പോൾ ബോർഡർ കഴിഞ്ഞ് ആദ്യത്തെ സിറ്റി തബ്രീസാണ്. നമ്മൾ തബ്രീസിൽ ഇറങ്ങി, അതെ ഷംസ് തബ്രീസിൻ്റെ തബ്രീസ്, അവിടെ ഇറങ്ങിയിട്ട് പിന്നെ യാത്ര തുടങ്ങിയതാണ്. ഏകദേശം 10ഓളം പിന്നെ സ്ഥലങ്ങൾ നമ്മൾ പോയി. തബ്രീസ്, പിന്നെ
ഖസ്വീൻ, അവിടുന്ന് ആലമൂത്ത്. ആലമൂത്ത് മറ്റേ ഈ കാസിലൊക്കെ ഉണ്ടല്ലോ, എന്താണ്, അല്ലല്ല, ഇസ്ഫഹാൻ. ആലമൂത്തിൽ ഇവരുണ്ടല്ലോ അസാസിൻസ്, ആ, അസാസിൻസിൻ്റെ അത് ശരിക്കുള്ളതാണ്. ശരിക്കുള്ള കാസിൽ കാര്യങ്ങളൊക്കെ. പിന്നെ അവിടുന്ന് തെഹ്റാൻ, മഷഹദ്, തൂസ്, നിഷാപൂർ, നൈസാപൂർ എന്ന് പറയുന്ന സ്ഥലം. അതിൻ്റെ ഇടയ്ക്ക് ഒരു സബ്സേവാർ എന്ന് പറയുന്ന സ്ഥലം കൂടി പോയിരുന്നു, അതായത് ബൈഹക്ക്, ഇമാം ബൈഹക്കിയുടെ ഒക്കെ സ്ഥലം. പിന്നെ ഇസ്ഫഹാൻ, ഷിറാസ്. ശരിക്കും ഇറാൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഞങ്ങൾക്ക് പറയാൻ, അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലേക്ക് ആദ്യം വരെ ഈ പാറ്റേണുകളൊക്കെയാണ്, ഈ ഡിസൈനുകൾ, ഈ എലമെൻറ്റ്സ്, ഫ്ലവേഴ്സ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഇറാനിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും കാണാൻ പറ്റിയ സാധനങ്ങൾ? ഇറാനിലെ പള്ളികളൊക്കെ പിന്നെ വളരെ മനോഹരമാണ്. പുറത്തങ്ങനെ അധികം എവിടെയും കാണാത്ത ആർക്കിടെക്ചറാണ്. ഇപ്പോൾ ഓരോ നാടിനും ഓരോ രീതി. ഇപ്പോൾ കൈറോയിലെ ആർക്കിടെക്ചർ അല്ല നമ്മൾ ഇസ്താംബൂളിൽ കാണുന്നുള്ളത്. ഇസ്താംബൂളിലെ പള്ളികൾ വളരെ മനോഹരമാണ്, നമ്മൾക്ക് ഇരുന്ന് എണീക്കാൻ തോന്നില്ല. കാരണം ഇസ്താംബൂളിലെ പള്ളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ, ഇസ്താംബൂളിൽ നിന്നല്ല, ഈ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജമാലിയത്തും ജലാലിയത്തും കൂടി അടങ്ങിയ ഒരു സാധനമാണ്. ജമാലിയത്ത്, എൻ്റെ പേര് മിൻഹാജ് ജമാൽ എന്നല്ലേ? അല്ല, അങ്ങനല്ല, ഒന്നൊരു വിശദീകരിക്കുക ജമാലിയത്തും. അതായത് ജമാലിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാമിക് ആർട്ട് എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന സാധനം വെറുതെ ഇങ്ങനെ മിനിമലായിട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വെറും സിമ്പിൾ എന്നുള്ള അർത്ഥത്തിൽ മിനിമൽ ആർട്ട് ചെയ്യാന്നില്ല. അതങ്ങനെയല്ല. ഇസ്ലാമിക് ആർട്ട് എന്ന് പറയുന്ന സമയത്ത് അതിൽ കുറേ കൂടി പ്രകൃതിയുടെ ഒരു മാനിഫെസ്റ്റേഷന്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആദമത്തിനെ കാണിക്കുന്ന അർത്ഥത്തിലുള്ളത്, അള്ളാഹുവിൻ്റെ മഹാത്മ്യം, അതിൻ്റെ ആ ഒരു ജലാലിയത്ത്, അതോടൊപ്പം തന്നെ അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നതാണ്. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭംഗി കാണിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ രണ്ടും കൂടി ഒത്തിണങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് എല്ലാ പള്ളികളും, ഒട്ടുമുക്കാൽ പഴയ കാലത്തുള്ള പള്ളികൾ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് ഇത്രയാണ്, ആ ബഡ്ജറ്റിൽ പള്ളി ഉണ്ടാക്കുക, അങ്ങനെയല്ല. ഇപ്പോൾ ടൗണിലുള്ള പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ഉദാഹരണം പറയാം. ഇപ്പോൾ കൈറോയിലേക്ക് വന്നു, കൈറോയിലുള്ള ചില പള്ളികളിൽ, ടൗണിലുള്ള പള്ളികളാണെങ്കിൽ ഇപ്പോൾ എൻട്രൻസ് ഡയറക്റ്റ് പള്ളിയിലേക്കായിരിക്കില്ല. കയറുന്ന സമയത്ത് ഒരു മതിൽ വരും, ബ്രേക്കായിട്ട് ഇങ്ങനെ ആയിരിക്കും ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഡയറക്റ്റ് സൗണ്ട് ഉള്ളിലേക്ക് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ എന്നിട്ട് വലിയൊരു മുറ്റായിരിക്കും. അപ്പോൾ പിന്നെയാണ് പള്ളിയിലേക്ക് എത്തുക. അപ്പോൾ ഒരാൾ പള്ളിയിലേക്ക് എത്തുന്ന സമയത്തേക്ക് പുറമേ നിന്നുള്ള എല്ലാ സാധനം പുറത്ത് വെച്ചിട്ട് എല്ലാ അർത്ഥം കൊണ്ടും അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പള്ളികളുടെ രൂപം എന്നുള്ളത്. ഇപ്പോൾ ഇസ്താംബൂളിലെ പള്ളി അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതേപോലെ തന്നെ പിന്നെ ഓരോ പള്ളികൾക്ക് ഓരോ സൂചനകളുണ്ടാവും. ഇപ്പോൾ ടൗണിലെ പള്ളിയാണ്, ഇപ്പോൾ മിനാരങ്ങളിൽ പണ്ട് ഈ ഫാനൂസുകൾ ലേറ്റുണ്ടല്ലോ, തൂക്കുവിളക്കുകൾ, അത് മിനാരങ്ങളിൽ തൂക്കും. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിലെ പള്ളിയാണെങ്കിൽ സുബിയും ഇഷാവും ജമാഅത്ത് ഉണ്ടാവില്ല അവിടെ, ഉണ്ടാവില്ല. കാരണം ബസാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസാറിൽ താമസക്കാരുണ്ടാവില്ല. രാവിലെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രാവിലെ വരുന്ന ആൾക്കാരും പിന്നെ ഒരു മഗ്‌രിബാകുമ്പോഴേക്കും ഇവരെല്ലാം പൂട്ടിപ്പോവും. അപ്പോൾ 3 വക്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 തൂക്കിയിട്ടുണ്ടാവുക, ഇൻഡിക്കേഷൻ ഉണ്ടോ. അപ്പോൾ അവിടെ ബസാറിലെ പള്ളിയാണ്. അപ്പോൾ ദൂരത്ത് നിന്ന് യാത്ര ചെയ്ത് വരുന്ന ആൾക്കാർക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇസ്താംബൂളിലെ പള്ളിയിലേക്ക് വരുമ്പോഴേക്ക് അത് കുറേ കൂടി എന്താ പറയുക, മേമാർ സിനാൻ്റെ കുറേ ചിന്തകൾ നമ്മൾക്ക് കാണാൻ പറ്റും. പിന്നെ കൂടുതലും ഈ മിനാരങ്ങളിലേക്ക് കുബ്ബകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുബ്ബകളിൽ അധികവും അള്ളാഹു നൂറുസമാവാത്ത ഉണ്ടാവും. അള്ളാഹു ആ ആയത്തിൻ്റെ എന്തുകൊണ്ടെങ്കിൽ ആകെ നമ്മൾ അള്ളാഹു മുകളിലേക്കാണ് നോക്കുന്നുള്ളത്. അപ്പോൾ ഈ പ്രകാശം വരുന്നുള്ളത് സാധാരണ മുകളിൽ നിന്നാണ്. ആ ഒരു അർത്ഥത്തിൽ ഈ പ്രകാശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതല്ല ശരിക്കും പ്രകാശം, അള്ളാഹുവിൻ്റെ പ്രകാശമാണ് ശരിയായ പ്രകാശം എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ ഒരു എല്ലാ പള്ളികൾക്കും അങ്ങനെ ഒരു രീതിയിൽ. ഇപ്പോൾ മഷഹദിലൊരു പള്ളിയിൽ പോയിരുന്നു. മഷഹദിൽ അത് ഇവർ ഹറം എന്നാണ് വിളിക്കുക, ഹറമേ മുത്തഹർ. കാരണം ഷിയാക്കളുടെ 8ാമത്തെ ഇമാം റസയുടെ ഖബറുള്ളത് അവിടെയാണ്. അവിടെ തന്നെയാണ് ഹാറൂൺ റഷീദും. പക്ഷെ ഹാറൂൺ റഷീദിൻ്റെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്താണ്, അബ്ബാസി ഭരണാധികാരിയാണ്. അബ്ബാസികളോട് ഷിയാക്കൾക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ ഷിറാസിലൊരു പള്ളി, മൂസൽ കാദിമിൻ്റെ 2 മക്കൾ ഖബറുള്ളൊരു പള്ളിയുണ്ട്. അത് ഷിറാസിലൊരു ഹറമാണ്. അവിടെ പോയപ്പോൾ ഖബറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അബ്ബാസ് ഖലീഫ മഅ്മൂൻ ലാനത്ത്.
ചെറുങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. ആൾക്കാരല്ല, ഒരു ഉള്ളിൽ പിന്നെ ഖബറിൻ്റെ അകത്തായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പള്ളിയിൽ പോയപ്പോൾ മഷ്ഹദിലെ വലിയ പള്ളിയാണത്, ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഗ്യാതറിങ്സ് ഒക്കെ നടക്കുന്നുള്ളൊരു പള്ളിയാണ്. അത്രത്തോളം ഷിയാക്കൾ വരും. ഈ പിന്നെ റബീഉൽ അവ്വൽ ആയിക്കഴിഞ്ഞാൽ, റബീഉൽ അവ്വൽ എത്രയാണ് കൃത്യമായിട്ട് ഓർമ്മയില്ല, 8, 7, 8, 9 അങ്ങനത്തെ ഒരു സമയത്താണ് ഇവർക്ക് പിന്നെ നമ്മൾ റബീഉൽ അവ്വൽ 12-നാണല്ലോ നബി തങ്ങളുടെ പിന്നെ ജന്മദിനം എന്ന് പറയുന്നുള്ളത്. പക്ഷെ ഇവർ പറയുന്നുള്ളത് റബീഉൽ അവ്വൽ 7 or 8 എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ ആ ഒരു ദിവസമാണ്. അതിനോട് അടുപ്പിച്ചിട്ടാണ് ഇമാം റസയുടേതും. അപ്പോൾ 2 പരിപാടികൾ നടക്കും, വലിയ പരിപാടിയാണ്. ഇതിനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തൊട്ട് ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരൊക്കെ നടന്നുകൊണ്ട് മഷീദിലേക്ക് വരും. അതാണോ പാത്ത് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുന്നത്, നടന്നു പോകുന്ന ഒരു വീഡിയോസ് ആണല്ലോ? ഉണ്ടാവും, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നേരിട്ട് കണ്ടത് ഇതൊക്കെ. അതായത് കാരണം ഞാൻ അങ്ങനെ പിന്നെ വ്ളോഗുകൾ കണ്ടിട്ടൊന്നും യാത്ര ചെയ്യാറില്ല. ഞാൻ അവിടെ വായിക്കും ചിലപ്പോൾ, അല്ല ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കണ്ട് യാത്രയില്ല. അപ്പോൾ അവിടെ എത്രത്തോളം പറഞ്ഞാൽ ഈ കുട്ടികളെ സ്ട്രോളറിൽ ഉന്തിപ്പോകുന്ന ഉമ്മമാരവരുണ്ട്, വയസ്സായ ആൾക്കാരും. ഇവരൊക്കെ ഭക്ഷണം വെള്ളമൊക്കെ കൊടുക്കാൻ കുറേ ടെൻറ്റുകൾ ഇങ്ങനെ ഉണ്ട്, പന്തലിട്ടിട്ട്. അപ്പോൾ യാത്ര അവിടെ കയറി നിർത്തി കഴിഞ്ഞാൽ കുടിക്കാൻ കിട്ടും, തിന്നാൻ കിട്ടും, എല്ലാം കിട്ടും. ഇങ്ങനെ ആ ദിവസം ആകുമ്പോഴേക്കും അവിടെ എത്തും. അന്ന് വലിയ ഗാദറിങ് ആയിരിക്കും. കഴിഞ്ഞ വർഷത്തെ ലോകത്തിന് ഏറ്റവും വലിയ ഗാദറിങ് ആയിട്ടാണ് കൂട്ടിയിട്ടുള്ളത്. നമ്മളവിടെ പോയി, ആ സമയം തൊട്ടുമ്പോൾ നമ്മളവിടെ ഉണ്ട്. അവിടെ പോയിട്ട് ആ പള്ളിയിലെ ആർക്കിടെക്ചറായിരുന്നു പറഞ്ഞത്. അതായത് ഫുൾ ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും ചില്ലും കൂടും കൊണ്ടുള്ള ഒരു പള്ളി. ആ ചില്ലല്ലേ ഇത് മറ്റേ ചില്ലും കൂടാണ്. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യില്ല, നമ്മളെ റിഫ്ലക്ഷൻ കാണൂല. നേരെ ഒരു കണ്ണാടി മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കാണൂലേ. പക്ഷെ ഇതിൽ പിന്നെ ചെറിയ ചെറിയ പീസുകൾ വെച്ചിട്ട് ഉള്ളതാണ്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു ചില്ലൊക്കെ നമ്മളുടെ റിഫ്ലക്ഷൻ ആണല്ലോ കാണാം. പക്ഷേ നമ്മൾ മനുഷ്യന്മാരാരും പൂർണ്ണരല്ല. നമ്മൾക്ക് നമ്മളുടെ അപൂർണതയെ കാണിക്കുന്നതാണ് ഈ ചില്ലുകൾ എന്നുള്ളത് അർത്ഥത്തിൽ. പൂർണ്ണനായിട്ട് ആരാണ്? അള്ളാഹു മാത്രമാണ്. റിഫ്ലക്ഷൻ ഫിലോസഫിയിൽ ഇങ്ങനത്തെ ചർച്ചയുണ്ട്, റിഫ്ലക്ഷനും റെപ്രസെന്റേഷൻ എല്ലാം പറഞ്ഞു. ഇതൊക്കെ അതാണ് ആർക്കിടെക്ചർ എന്നുള്ളത് കുറെ കൂടി ഫിലോസഫി ആയിട്ട് കണക്ട് ആയിട്ടുള്ള. അരാംകോ വേൾഡ് എന്നുള്ള സൈറ്റിൽ ടൈൽസ് ഓഫ് ഇൻഫിനിറ്റി എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ ബുഖാറയിലുള്ള ഒരു മസ്ജിദ്, ഒരു നീല കളർ, നമ്മളൊക്കെ എല്ലാവരും ചിത്രം കണ്ടിട്ടുണ്ടാവും. നല്ല ഈ മസ്ജിദിലുള്ള ഒരു പാറ്റേൺ, ഒരു ട്രയാങ്കുലർ പാറ്റേൺ, ഇതിൻ്റെ പിന്നിലുള്ള കുറേ മോളിക്കുർ ഘടകങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടുള്ള നമ്മളോട് നെട്ടിപ്പോവും. അതും 15-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കി വെച്ച മുസ്ലിങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു പള്ളി, ഇത്രയും വൃത്തിയിൽ കൃത്യമായിട്ടൊരു ജോമെട്രിക്കൽ ഫിഗേഴ്സൊക്കെ ഉള്ള ബുഖാറിലൊരു മസ്ജിദ് ഒരു പഠനമാണ് ടൈൽസ് ഓഫ് ഇൻഫിനിറ്റി എന്നുള്ളത്. അതായത് ഇപ്പം പോലും അങ്ങനെ ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു ആർക്കിടെക്ചർ. നമ്മൾ ഇസ്ലാമിക് ആർക്കിടെക്ചർ പറയുമ്പോൾ കുറേ ഈന്തപ്പന കുറേ അങ്ങനെ തന്നെ, മറിച്ച് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അതായത് പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻറ്ററാണ് ഓരോ വിശ്വാസിൻ്റെയും. ഇവിടെ പോലും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ പഠിക്കുന്ന സാധനങ്ങൾ വളരെ വൃത്തിയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ആ ഒരു രീതിയിൽ ഉള്ള സാധനങ്ങൾ തന്നെയാണ് പള്ളികളിൽ കാണാനുള്ളത്, പാറ്റേണുകൾ. കാരണം ഇതൊക്കെ എൻഡ്ലെസ് ആണല്ലോ. കാരണം ഒന്നും ഒരു ഫിനിഷ് ആവുന്നില്ല, മനസ്സിലായോ? അതേസമയത്ത് എന്താണ്, അതിനൊരു രൂപമുണ്ട്, പക്ഷെ എന്നാൽ അനന്തമായി കിടക്കാണ്, ഇൻഫിനിറ്റ് ആണ്. തുർക്കിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും തുർക്കിയിലൊക്കെ പോവുകയാണെങ്കിലും ഒക്കെ നമ്മൾ പറയുന്ന കാര്യമാണ് അവിടുത്തെ ഫുഡിനെ കുറിച്ച് ഞങ്ങൾ ചോദിക്കും. ഒരു സമയത്തൊക്കെ ടർക്കിഷ് ഫുഡ് തന്നെ വരുന്ന ഫുള്ള് ടർക്കിഷ് ഫുഡ്. ആണോ? പിന്നെ മറ്റേ ചങ്ങായക്ക് തുർക്കിക്കാരനല്ലേ ആണോ? ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ സീസിയൻ ബുറാക്കോ ഫുഡുകൾ അത്യാവശ്യം നിങ്ങൾ പറഞ്ഞാൽ മതി. ഈജിപ്ഷ്യൻ ക്വിസീനും ടർക്കിഷ് ക്വിസീനും ഒന്ന് കമ്പയർ ചെയ്തിട്ട്. അല്ല, തുർക്കിയെ നല്ലപോലെ ഫുഡ് കഴിക്കണം, കുറേ പൈസ വേണം. അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല മീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും, അത്യാവശ്യം പിന്നെ ക്വാളിറ്റി ഉള്ള ഫുഡുകൾ കിട്ടും. സ്വീറ്റ്സ് ആണെങ്കിലും സ്വീറ്റ്സൊക്കെ ഭയങ്കര എന്താ പറയുക, ഇവിടെ ചായ കുടിക്കലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രസമാണ്. തുർക്കിഷ് കപ്പിൽ ചായ കൊണ്ടുവരും. ചായ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു ലൊക്കും എന്ന് പറയും, ഒരു ഹൽവ പോലത്തെ ചെറിയൊരു മധുരം. അപ്പോൾ ചായയിൽ പഞ്ചസാര നോർമലി ഇടൂല, വേണം എക്സ്ട്രാ വേണമെങ്കിൽ ഷുഗർ ക്യൂബോ എന്താ വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. സാധാരണ ഈ ചായ എന്താ പറയുക, മധുരമില്ലാത്ത ചായ ഉണ്ടല്ലോ, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിന്നെ ലൊക്കും അങ്ങനെ കുറച്ചായി കഴിക്കലാണ്.
അങ്ങനെ ഉള്ളൊരു സാധനമാണ്. അതേപോലെ തന്നെ തുർക്കി എന്ന് പറയുമ്പോൾ വേറൊന്ന് ഈ പ്ലാസ്റ്റിക് സർജറി എന്താ ഒരു ബ്യൂട്ടി, അതായത് ഇന്നാളെ അടുത്ത് സംസാരിച്ചപ്പോൾ എടാ മുടിയൊക്കെ കൊയ്യുണ്ടല്ലോ തുർക്കിക്ക് കിട്ടോ, മൂക്ക് തുർക്കിക്ക് കിട്ടോ, മുഖം തുർക്കിക്ക് കിട്ടും. തുർക്കി എന്ന് പറയുമ്പോൾ ഒരു അങ്ങനെ അത് ചീപ്പ് റേറ്റ് ആയതുകൊണ്ടാണോ അതോ നല്ല ഫാക്കൽറ്റി ഉള്ളതുകൊണ്ടാണോ? പിന്നെ വലിയ രീതിയിൽ തന്നെ ഈ ഇംപ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ഉള്ള ആൾക്കാർ ഓരെ സംബന്ധിച്ചിടത്തോളം ഓരോരു മുടി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ചിലവാകുന്നത് ചിലപ്പോൾ $5000 ആയിരിക്കും. ഒരു തുർക്കിയിൽ വരികയാണെങ്കിൽ $1500 $2000 ഒരു പരിപാടി തരും. അപ്പോൾ ഹെയർ മാത്രമല്ല മൂക്ക് എല്ലാ സാധനങ്ങളും മാറ്റി തരും. ഫുഡ് ശരിക്കും എന്തൊക്കെ നിങ്ങൾ സാധാരണ എന്തൊക്കെ കഴിക്കുക? അതായത് നമ്മൾ സാധാരണ ഒരു ഡിഷ് എന്തൊക്കെ അവിടെ? ഫുഡ് കുറേ കൂടി ഉള്ളത് പിന്നെ ഈ ഇസ്താംബുളിൽ നിന്ന് കുറച്ചും കൂടി വിട്ട് ഗാസിയൻ തേപ്പ്, പിന്നെ അങ്ങനെ കുറേ കൂടി സിറിയൻ ബോർഡർ ഇറാഖ് ബോർഡർ ഭാഗത്തൊക്കെ ആയിട്ടുള്ള കുറച്ച് തുർക്കിയിലെ പ്രദേശങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പ്ലാനിലുള്ളതാണ് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യണം എന്നുള്ളത്. കാരണം അവിടെയൊക്കെയാണ് ഇപ്പോൾ അദാന കബാബ്, അതൊക്കെ തുർക്കിയിൽ ഇസ്താംബുളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല രസമുള്ള കബാബ് തന്നെയാണ്. പലതരം കബാബുകളുണ്ട്. കൂട്ടത്തിൽപ്പെട്ടാണ് അദാന കബാബ്, പിന്നെ ഉർഫ കബാബ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി അറബ്സുമായിട്ട് എന്താ പറയുക ഒരു എന്താ പറയുക ഒരു റൂട്ട് അറബ്സിലേക്ക് എത്തുന്നതാണ്. ഇറാഖിലേക്കോ അല്ലെങ്കിൽ പിന്നെ സിറിയയിലേക്കൊക്കെ എത്തുന്ന ആൾക്കാരാണ്. ഓരോ ഫുഡുകളൊക്കെ നല്ല രസമാണ്. അങ്ങോട്ടേക്കൊന്ന് പോകണം ഇൻഷാ അല്ലാഹ്. മിസറിൽ ഫുഡോ എക്സ്പ്ലോർ ഒക്കെ ചെയ്തിരുന്നു? മിസറിലെ ഫുഡ് വീട്ടിൽ ഇവിടെ നാട്ടിലിപ്പോൾ നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഫുഡൊക്കെ സ്ട്രീറ്റ് കിട്ടൂലേ, അതവിടെ കിട്ടൂല. അതാ പ്രശ്നം. അതായത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് സ്ട്രീറ്റിലുണ്ടാവും, വീട്ടിലുള്ളതൊന്നും പുറത്തിട്ടൂല. ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ടേസ്റ്റിലും കിട്ടൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നല്ല ഫുഡൊക്കെ കിട്ടണമെങ്കിൽ വീട്ടിൽ ഗസ്റ്റായി തന്നെ പോകണം. ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ആൾക്കാരെ പറ്റി പറഞ്ഞു. നമ്മൾ അലക്സാണ്ട്രിയയിൽ നിന്ന് ഇങ്ങനെ മൻസൂറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കാറ് പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് ആൾക്കാരുണ്ട്. വെള്ളിയാഴ്ചയാണ്. ജുമാ നിസ്കരിക്കാൻ ഇങ്ങനെ റോഡ് കൂടി പോകല്ലേ, ഇങ്ങനെ പുറത്ത് പള്ളിയുണ്ട്, ഉള്ളിൽ കയറ്റി. ഒരു കുറച്ചൊരു ഗ്രാമമാണ്, ചെറിയൊരു ഗ്രാമം. അങ്ങനെ നിസ്കരിച്ച് സലാം വിട്ടുമ്പോഴേക്കും തിരിഞ്ഞത് വിദേശികളാണ്. വിദേശി നമ്മൾ നാട്ടുകാരെല്ലാം തിരിഞ്ഞ് അങ്ങനെ നോക്കുക. വർത്താനം പറഞ്ഞാൽ നമ്മൾക്ക് അറബി അറിയും. നമ്മളെ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയാം. പുറത്തുനിന്ന് ആൾക്കാരുണ്ട്, നാട്ടിൽ നിന്ന് ആൾക്കാർ 1-2 ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു എന്താണെന്ന് പറഞ്ഞാൽ എവിടെ വന്ന ഇന്ത്യക്കാരെ ഇവിടെയൊക്കെ ഉണ്ട്. ഓരോ വിചാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബുദ്ധിസ്റ്റും ഹിന്ദുക്കളും എന്നൊക്കെയാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് വരുന്നെങ്കിലും ചോദിക്കും മുസ്ലിം, തൊപ്പിയൊക്കെ ഇട്ട് നമ്മളെ ഇറങ്ങിയായിരിക്കും, കമീസൊക്കെ ഇട്ടിട്ട് മുസ്ലിം ആണോ നോക്കി ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു ചോദ്യം നേരിട്ടുണ്ട്. ഭയങ്കര ഇടയ്ക്ക് ദേഷ്യം വരും. കാരണം അങ്ങനെയൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്? ലുക്കായിട്ട് തൊപ്പി വെള്ള അത്രയൊക്കെ ഒഴിച്ചു തരുമോ മുസ്ലിം ആ ഒരു ഫീലാണ്. എന്നിട്ട് ഇവർ പിന്നെ പുറത്തിറങ്ങുമ്പോഴേക്ക് വിളിയോ ഫുഡ് കഴിച്ചിട്ട് പോവാ, വീട്ടിൽ കയറിപ്പോ. അങ്ങനെ നല്ല വീട്ടിലെത്തിപ്പോൾ നല്ല താറാവിറച്ചി, സാലഡ്, ചോറ് ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ കഴിക്കാം. നല്ല രസമുള്ളതായിരുന്നു. ഇവരെ പിന്നെ കഴിക്കുന്ന ഫുഡുകൾ വിട്ടാണ് താറാവ്, ഇങ്ങനെ പ്രാവിൻ്റെ അകത്ത് റൈസ് സ്റ്റഫ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അത് പ്രധാന ഗസ്റ്റുകളൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന ഫുഡ് അതാണ്. അസ്യൂത്തിൽ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ അവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് നമുക്ക് തന്നാണ് പ്രാവും, പിന്നെ ഇതേപോലെ തന്നെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ഫേമസ് ഡിഷ് ഉണ്ടല്ലേ, എല്ലാം പൊതിഞ്ഞിട്ടുള്ള മുലൂഹിയാന്നായിരിക്കും. അല്ല അത് പിന്നെ ഉറക്കായാലും അതായത് പിന്നെ ഗ്രേപ്പ് ലീവ്സ് ഇല്ലേ, അതിലേക്ക് ഒരു റൈസ് സ്റ്റഫ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നതാണ്. അത് ഓരോ രാജ്യത്തുണ്ട്. ഇറാഖികൾക്ക് പറയുന്നുണ്ട്. ഇറാഖികൾ നല്ല രസമാണ്. ഇസ്താംബുളിൽ നിന്ന് ഇറാഖികൾ ഉണ്ടാക്കിയത് കഴിച്ചിരുന്നു. ഭയങ്കര രസമായിരുന്നു. അത് ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൂ. ചിലപ്പോൾ ഫസ്റ്റ് ടൈമിൽ ഇഷ്ടപ്പെടുള്ളൂ. ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ, പിന്നെ ഈ ഇതിന് മഷി എന്നാ പറയാ, അല്ലല്ല സ്റ്റഫ്ഡ് ലീവ്സ് ഉണ്ടല്ലോ, അതിന് ഒരു മഷി എന്നാ പറയാ. അത് ടർക്കിഷിൽ യാപ്രാക്ക് സർമ എന്ന് പറയും. അത് യാപ്രാക്ക് എന്ന് പറഞ്ഞാൽ വറക്ക്, ഇത് എന്തിനു പറയല്, ഇല എന്നുള്ള അർത്ഥത്തിൽ. അത് സിറിയക്കാരുതുണ്ട്, ഇവരുതുണ്ട്. ഒരു പുളിപ്പുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. ഗ്രേപ്പ് ലീവ്സ് അല്ലേ. പിന്നെ സിറ്റികളിൽ അതൊക്കെ നമുക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട സിറ്റികൾ നിങ്ങൾ മനസ്സിലെപ്പോഴും ഉണ്ടാവുന്ന സിറ്റികൾ അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു? അതല്ലാതെ വേറെ രാജ്യങ്ങൾ ഏതെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കൂടുതൽ ഇന്ത്യ, കേരള. ഡേറ്റ് കിട്ടേണ്ടിട്ട് എവിടെയുള്ള പോയിക്കുമ്പോൾ ഉച്ചക്ക് വിളിച്ചാൽ തൃശ്ശൂര്, അതിലേക്ക് ആകുമ്പോൾ ഉണ്ടാവും തിരുവനന്തപുരം ഉണ്ടാവും, കണ്ണൂര്,
കാലിന് പ്രശ്നം അറിയുകയും ചെയ്യും, ഓട്ടം നിർത്തുന്നില്ല. ഈ സിറ്റികൾ നിങ്ങൾ ഒന്നുകൂടി, അതായത് ഇപ്പൊ ഈജിപ്തിൽ കൈറോ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ജീവിക്കാനാണെങ്കിലും അർത്ഥത്തിൽ. പിന്നെ നല്ല ഇഷ്ടമായി തോന്നിയത് ഇസ്ഫഹാന് കാണാൻ നല്ല രസമാണ്. ഇസ്ഫഹാനെ പറയുമ്പോൾ ഇസ്ഫഹാൻ നിസ്ഫേ ജഹാൻ എന്ന് പറയും. ലോകത്തിൻ്റെ പകുതിയാണ് ഇസ്ഫഹാൻ എന്നുള്ള അർത്ഥത്തിൽ. അവിടെ ഒരു പിന്നെ വലിയൊരു സ്ക്വയറുണ്ട്, നക്ഷ ജഹാൻ സ്ക്വയർ എന്ന് പറയുന്നത്. നല്ല വൈകുന്നേരങ്ങളൊക്കെ നമ്മൾക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ക്വയറാണ്. ചുറ്റും മാർക്കറ്റുകൾ, അതിൻ്റെ അടുത്ത് 2 വലിയ പ്രധാനപ്പെട്ട പള്ളികൾ, ഷാഹ് മസ്ജിദ് എന്ന് പറഞ്ഞിട്ട്. ഷാഹ് മസ്ജിദ് അത് ഗംഭീര പള്ളിയാണ്, നിർബന്ധമായിട്ടും കാണേണ്ട ഒരു പള്ളിയാണ്. എന്താണ് കളറുകൾ കൊണ്ട് ഇങ്ങനെ നിറച്ച് വെക്കുകയാണ് ആ പള്ളി. ഭയങ്കര ആർട്ട് വർക്കുകളാണ്. ഓരോ മുക്കും മൂലയിലും മിനാരങ്ങളും കുബ്ബകളും അതിൻ്റെ അകത്ത് ഒരു മതിലുകളും. പിന്നെ ഭയങ്കര ഒരു വിയേർഡായിട്ട് തോന്നിയത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പള്ളീൻ്റെ അകത്ത് ചില പെയിൻറ്റിങ്ങുകളിലൊക്കെ ഈ ജീവികളുടെ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയായിരുന്നു, പക്ഷികൾ, മൃഗങ്ങൾ, ഇതിൻ്റെയൊക്കെ പെയിൻറ്റിങ്ങുകൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ടിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് കുറേ എന്താ പറയുക ആർക്കിടെക്ചറൽ സീക്രറ്റ്സ് ഉണ്ട്. അതായത് ഒരു കുബ്ബ ഉണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ സെൻറ്റർ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ എക്കോ അടിക്കും, നമ്മളിങ്ങനെ ആക്കുകയാണെങ്കിൽ 3 വട്ടം എക്കോ അടിക്കും. പിന്നെ അതിൻ്റെ ചില വീഡിയോസ് കാണാം, ഒരു 10 നോട്ട് എടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ സൗണ്ട് ഇങ്ങനെ എക്കോ അടിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ അവിടെ ആൾക്കാർ വന്നിട്ട് ഇറാനിയൻ പാട്ടുകാരുണ്ട്, ഷജരിയാൻ എന്ന് പറഞ്ഞിട്ട്. ഷജരിയാനും ഉപ്പരം മകനുണ്ട്, ഹുമയൂൺ ഷജരിയാൻ. ഇറാനിയൻ നല്ല പാട്ടുകളാണ്. ഈ കുറേ കവിതകളൊക്കെ എനിക്കൊന്ന് ഹാഫിസിൻ്റെ കവിതകളൊക്കെ പാടിയിട്ടുണ്ട് തോന്നുന്നു, ഹാഫിസ് ഷിറാസി. അപ്പോൾ ഇതൊക്കെ ആൾക്കാരെ ഒന്ന് പാടാം അവിടെ നിന്നിട്ട്. ഭയങ്കര രസമാണ് കാണാൻ. ആ ഒരു അർത്ഥത്തിൽ എനിക്ക് ഇസ്ഫഹാൻ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. ഷിറാസും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടത്. കുറേ കൂടി പഴമ നിറഞ്ഞൊരു സിറ്റിയും കൂടിയാണ് ഷിറാസിലെ മറ്റൊരു പള്ളിയുണ്ട്, നാസറുൽ മുൽക്ക് പള്ളി. അത് പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റിക് സ്പോട്ടാണ്. കുറേ ചൈനക്കാരൊക്കെ വന്ന് മറ്റേ ഫോട്ടോ എടുക്കാൻ തിരക്കൂട്ടാണ്. അത് ഭയങ്കര എന്താ പറയുക, ഒരു വൈരുദ്ധ്യമായിട്ട് തോന്നിയത്. ചൈനയിൽ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ അടിച്ച് നിർത്തിയിട്ട് ഇവിടെ പള്ളി കയറുമ്പോൾ തട്ടോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ ആ റോസ് കളർ ചില്ലുകളുണ്ടല്ലോ, ആ ഫോട്ടോ ആ പള്ളി എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ലൊരു സിറ്റിയാണ് ഷിറാസ് എന്നുള്ളത്. ഷിറാസിൽ പിന്നെയും കൂടി രസമായിട്ട് ഹാഫിസ് ഷിറാസിയുടെ മക്കാം പോയപ്പോഴാണ്. ഹാഫിസ് ഷിറാസി വലിയ അറിയപ്പെട്ട ഒരു പോയിട്ടാണല്ലോ. ഹാഫിസിൻ്റെ ദിവാൻ ഉണ്ടല്ലോ, ദിവാൻ അവർ ഖുറാൻ പോലെയാണ് കാണുന്നുള്ളത്. എല്ലാ വീട്ടിലും ഉണ്ടാവും, എല്ലാവരുടെ അടുത്തും ഒരു കോപ്പി ഉണ്ടാവും. അവർക്ക് ഇതിലെ കവിതകളൊക്കെ പലതും കാണാതെ അറിയാം. അവിടെ ആൾക്കാർ രാത്രി ഭയങ്കര രസമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. ഒരു വൈകുന്നേരം പോയി രാത്രി അടക്കുന്നവരെയായിരുന്നു. വലിയ അനുഭവമായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പല തരത്തിൽ മാനിഫെസ്റ്റേഷൻ നടത്താൻ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ചില പ്രായമുള്ള ആൾക്കാർ ഒറ്റയ്ക്ക് വന്ന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കയ്യും ബേക്കിലിട്ടുന്ന് കുറേ നേരം ഇങ്ങനെ നിൽക്കുന്ന കാണാം. ചില ആൾക്കാർ ഇരുന്ന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരുടെ ഇമോഷനുമായിട്ട് ഭയങ്കര ലിങ്ക്ഡാണ് ഹാഫിസ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇവരുടെ പിന്നെ ഇമോഷനുമായിട്ട്, പ്രണയവുമായിട്ട്, അല്ലെങ്കിൽ ഇവരുടെ പല ഓർമ്മകളുമായിട്ട് ഹാഫിസ് കണക്റ്റഡാണ്. അപ്പോൾ പ്രായമുള്ള ആൾക്കാർ ചിലപ്പോൾ ലാസ്റ്റ് ഞാനൊരു ഫോട്ടോ എടുത്തിരുന്നു. ഒരു പ്രായമുള്ള ഒരു വല്യമാറ്റാന്ന് തോന്നുന്നു. ഞാൻ കുറേ നേരം അവിടെ ഒറ്റയ്ക്ക് ലാസ്റ്റ് ഇങ്ങനെ വടിയും പിടിച്ചിരിക്കുന്നത്. അതേപോലെ ചില ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ കരയുന്നതാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴേക്ക് രാത്രി ആയപ്പോഴേക്ക് ഹാഫിസിൻ്റെ ഖബറുണ്ടാവുമല്ലോ, എൻ്റെ അടുത്ത് വന്ന് ആൾക്കാർ ഹാഫിസിൻ്റെ കവിതകൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് ഇയാൾ പറയും, പിന്നെ ഇപ്പുറത്ത് വേറെ കുട്ടി തിരിച്ച് പറയും. ഇങ്ങനെ കവിതകൾ കൊണ്ട് നമുക്ക് പേർഷ്യനായിട്ട് തിരിയുന്നില്ല, പക്ഷെ കേൾക്കാൻ ഭയങ്കര ഒരു ഭംഗിയുണ്ട്. അങ്ങനെയുള്ളൊരു അനുഭവമായിരുന്നു ഷിറാസിൽ അവിടെ നിന്നുള്ളത്. അങ്ങോട്ട് ആദ്യത്തെ ഷിറാസും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. പറഞ്ഞപ്പം ഈ ഇത് പറഞ്ഞത് ഈജിപ്തിലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിൻ്റെ ഒക്കെ മക്ബറ കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു ഏരിയയിൽ. അപ്പം അവിടെ കണ്ടൊരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? എന്ന് വെച്ചാൽ അവിടെ ഒരു ഏരിയ മൊത്തം ഇതാണല്ലോ, മക്ബറകളാണല്ലോ. ഡെഡ് സിറ്റി എന്ന് പറയുന്ന സ്ഥലം അല്ലേ. ഒരുപാട് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരും പിന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ മറവ് ചെയ്യപ്പെട്ട സ്ഥലമാണ്. നമ്മൾ പിന്നെ കിതാബിൽ മാത്രം കണ്ട കുറേ പേരുകൾ അവിടെ കവറുകൾ കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഭംഗി എന്നുള്ളത്. ഒരു അർത്ഥത്തിൽ പിന്നെ നമ്മൾ ഓരോ പല അർത്ഥത്തിലും കടപ്പെട്ട് കാണല്ലോ. നമ്മൾ ആ ഒരു ബന്ധം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് അതിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ഖബറിങ്കൽ പോകുന്ന സമയത്ത് അവിടെ ഡോറിൽ
ഒരു കവിതയുണ്ട്. അതേ കവിത ഇമാം ലൈസ് ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഈജിപ്തിൽ നിന്നുള്ള മാലിക്കി ഫക്കീഹാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് മദ്ഹബുണ്ട്. മാലിക്കി ഫക്കീഹ് അല്ല, അദ്ദേഹം ഫക്കീഹാണ്. ഇമാം മാലിക്കിനേക്കാൾ ഫിഖിൽ ഗ്രാഹ്യത ഉണ്ടെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അല്ലൈസു അഫ്ഖഹു മിൻ മാലിക് ഇല്ല അന്ന ഖൗമഹു ദയ്യഉ. ഇമാം ലൈസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം മാലിക്കിനേക്കാൾ ഫിഖ് ഉള്ള ആളാണ്. പക്ഷേ നാട്ടുകാർ അദ്ദേഹത്തെ കാര്യമായി പരിഗണിച്ചില്ല. ഈജിപ്ഷ്യൻ അങ്ങനത്തെ സ്വഭാവമുണ്ട്, പുതിയ വരുന്നൊക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഷാഫി മതം സ്പ്രെഡ് ആയത്. ചില ആൾക്കാർ പറയും. പിന്നെ ബാക്കിയുള്ള മതങ്ങളൊക്കെ ഇങ്ങനെ വന്നതാണ്. ഇപ്പോൾ പുതിയ പുതിയ മോഡേണിസ്റ്റ് ഐഡിയകളൊക്കെ മുസ്ലിം ലോകത്ത് വരുന്ന കുറേ ഈജിപ്തിൽ നിന്നാണ്. നെപ്പോളിയൻ്റെ ഒരു വരവ് അല്ല ഈജിപ്തിലേക്ക് വന്ന് അങ്ങനെ നെപ്പോളിയൻ ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് മൊത്തത്തിൽ നമ്മളങ്ങനെ നോക്കുക. ഇപ്പം പക്ഷേ ഇപ്പം ഞാൻ അറബി പഠിക്കുമ്പോൾ അതിലൊക്കെ പറയുന്നത് നെഹ്ല എന്നാണ് നെപ്പോളിയൻ്റെ ഒരു സാധാരണ പറയുന്നത്, അതായത് ഒരു നവോത്ഥാനം. പക്ഷേ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നെപ്പോളിയൻ വന്നതിന് ശേഷം നമ്മളുടെ ഒരു സ്റ്റഡീസും ഇസ്ലാമിക് സ്റ്റഡീസും നെപ്പോളിയൻ വരുന്നതിന് നമ്മൾ ഇസ്ലാമിക് സ്റ്റഡീസും നമ്മൾ നല്ല ഡിഫറൻസ്. നെപ്പോളിയൻ വന്നതിന് ശേഷം നമ്മൾ വളരെ ലിമിറ്റായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, പിന്നെ നെപ്പോളിയൻ കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ വലിയ നവോത്ഥാനമായിട്ടുള്ള അടയാളങ്ങളായിട്ട് നമ്മൾ കൊണ്ടെടുക്കുക. അതുപോലെ കുറേ സിസ്റ്റങ്ങൾ, നേരെ മറിച്ച് നമ്മുടെ കുറേ നിലാമുകൾ സിസ്റ്റം ഇല്ലാണ്ടായി പോവുക. അപ്പോൾ അങ്ങനെ വളരെ വൈരുദ്ധ്യമായി ഫീൽ ചെയ്ത് നെഹ്ല എന്നുള്ള ഉപയോഗിക്കുന്നതിൽ. നെഹ്ല അല്ലാതെ ശരിക്കും എന്താ ഇപ്പോൾ പകരം ഉപയോഗിക്കുക, തകർച്ചയാണല്ലോ. നമ്മുടെ ഒരു ട്രഡീഷണൽ മൊത്തത്തിൽ നെപ്പോളിയൻ ചേഞ്ച് ചെയ്യണം. ഇത് നെപ്പോളിയൻ വരെ നല്ല രസമായിട്ടുള്ള സംഭവങ്ങളാണ് മൊത്തത്തിൽ. നെപ്പോളിയൻ ശരിക്കും ഒരു പ്രൊജക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അവിടെ കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഈജിപ്തിൻ്റെ ഒരു അവരെ താമസിപ്പിച്ചിട്ട് അവിടെ ബൈത്തുസിനാരി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ വീടുണ്ട്, അവിടെ താമസിപ്പിച്ചിട്ട് പുതിയൊരു ചരിത്രം എഴുതിപ്പിക്കുകയാണ്. മൊത്തത്തിൽ ഓറിയന്റലിസ്റ്റുകൾ ചെയ്ത പോലെ തന്നെ ഇസ്ലാമിന് കൈറോ അങ്ങനെ കുറേ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓറിയന്റലിസ്റ്റുകൾ ഒരുപാട് ഇപ്പോഴും അവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഓറിയന്റലിസ്റ്റ് എഴുത്തുകളൊക്കെ പലതും കൈറോയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടുത്തെ ബസാറുമായി ബന്ധപ്പെട്ടത്, അവിടുത്തെ കൾച്ചറുമായി ബന്ധപ്പെട്ടത് ചേഞ്ച് ചെയ്യല്ലേ. ഓറിയന്റലിസ്റ്റ് പെയിൻറ്റിങ്ങളെ പറ്റിയിട്ട് മറ്റൊരു ആർട്ടിക്കിളാണ് കണ്ടിരുന്നത്. പിന്നെ ഒരുപാട് പഠനങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട്. വായനകളൊക്കെ അതായത് ഇപ്പോൾ ഈജിപ്തിനെ കുറിച്ചുള്ള വായനകൾ അല്ലെങ്കിൽ ഈ തുർക്കി നിങ്ങൾ വായിച്ചിട്ടാണോ അതിലൊക്കെ പോകാറുള്ളത്, അല്ലെങ്കിൽ വായിക്കലുണ്ടോ പൊതുവെ സാഹിത്യം? ചെറിയ രീതിയിൽ വായിക്കും. സാഹിത്യം അതായത് ഈജിപ്തിൽ നിന്ന് ഒരുപാട് സാഹിത്യങ്ങൾ പുറത്തിറങ്ങി പേര് കേട്ട നാടാണല്ലോ സാഹിത്യ. ഞാൻ അങ്ങനെ ആഴത്തിൽ വായിച്ചിട്ടില്ല. ഇപ്പം നജീബ് മഹ്ഫൂദിൻ്റെ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുക വായിച്ചിരുന്നു. കുറച്ച് വായിച്ചിട്ടില്ല. കവികൾ കുറേ ഉണ്ട്. സാഹിത്യ ഇപ്പോൾ ലിറ്ററേച്ചറിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അറബ് ലോകത്ത് വന്നിട്ടുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ ഈജിപ്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ പിന്നെ താഹ ഹുസൈൻ, അഹമ്മദ് അമീൻ. ഹാഫിൽ ഇബ്രാഹിം ഈജിപ്ഷ്യൻ അറിയില്ല. ഷായറുൻ നീൽ അങ്ങനല്ല പേര്. അഹമ്മദ് ഷൗക്കി, ഇവരുടെ കവിതകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അഹമ്മദ് ഷൗക്കിയാണല്ലോ ബുർദ എഴുതിയിട്ടുള്ളത്. ബുർദ മീൻസ് നെഹ്ജുൽ ബുർദ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബുർദേൻ്റെ തുടക്കുന്നതാണ് കാബിന് സുഹൈറിന് തുടങ്ങി പിന്നെ ഇമാം ബൂസർ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചു. അതിൻ്റെ അവസാനത്തെ ഒരു കണ്ണിയായിട്ടാണ് ഇപ്പോൾ നെഹ്ജുൽ ബുർദ എന്ന് പറഞ്ഞിട്ട് അഹമ്മദ് ഷൗക്കി എഴുതിയിട്ടുള്ളത്. അതിൻ്റെ കമ്പോസ് ചെയ്തിട്ട് മുഗുൽ സുമിൻ്റെ ഉണ്ട് ഒരു പാട്ടുണ്ട്. മുഗുൽ സുമു അല്ലാമ ഇക്ബാലിൻ്റെ ഒരു പാട്ടും കൂടി അറബിയിൽ എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ചിക്കു അല്ലേ ജവാബ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല ഏതാണ്. നമ്മളിങ്ങനെ 1 മണിക്കൂറായി. അപ്പോൾ എനിക്ക് ലാസ്റ്റ് അതായത് ഇപ്പം ഇസ്ലാമിക് സ്റ്റഡീസ് എടുക്കണം. അതിൽ നമ്മളിപ്പോൾ ഏകദേശം 3 ആൾക്കാരാണ് ഇസ്ലാമിക് സ്റ്റഡീസ് തന്നെ പഠിക്കുന്നത്. പക്ഷേങ്കിൽ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ പലരും ഒന്ന് ബാക്ക് അടിക്കും. അതായത് എന്തിനാ അവിടുത്തെ ഇത് പഠിക്കണം, കാരണം ആ ഒരു സെൻസിലേക്ക് അറിവ് എന്നുള്ളത് മാറിപ്പോയല്ലോ. അറിവ് എന്ന് പറഞ്ഞാൽ ജോലി തരേണ്ട എന്തോ ഒരു സാധനമായിരിക്കണം എന്നുള്ളൊരു സെൻസിലേക്ക് മൊത്തത്തിൽ ആൾക്കാർ, അതായത് അറിവ് എന്താണെന്ന് പോലും മനസ്സിലാകേണ്ടുള്ള രൂപത്തിലേക്ക് മാറിന്. അപ്പോൾ അതിനെപ്പറ്റി അറിവെന്താ നമുക്ക്, അതായത് ഒന്നുകൂടി നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു മൊത്തത്തിലൊരു പവറും ഒക്കെ ഒരു നമ്മുടെ അറിവ് നഷ്ടപ്പെടുന്നതോടുകൂടിയാണ് ഇല്ലാണ്ടെന്ന് പറയുന്ന ഓരോ ചരിത്രകാരന്മാരുണ്ട്. നമ്മുടെ അടുത്തുള്ള അറിവും നോളജൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നത്. അതായത് ബാഗ്ദാദ് കത്തിച്ചൊരു സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ കോട്ടയുണ്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒന്നുകൂടി നമ്മുടെ ഒരു ഫ്യൂച്ചർ, ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഒരു ഫ്യൂച്ചർ, ഇൽമിൻ്റെ ഒരു ഇതൊക്കെ കുറേ വലിയ വിഷയമാണല്ലോ ഒറ്റടിക്ക് അറിയാൻ പറ്റും. ഇൽമെന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കാം. അപ്പോൾ പിന്നെ കൺസെപ്റ്റ് ഓഫ് നോളജ് എന്നല്ലെങ്കിൽ ഫിലോസഫി ഓഫ് നോളജ് എന്നുള്ളത് പിന്നെ സയ്യിദ് നഖീബ് അത്താസിൻ്റെ ഒരു പുസ്തകമുണ്ട്, ചെറിയൊരു പുസ്തകമാണ്. അത് വായിച്ച് ഞാൻ അറിയാം. ഇപ്പോൾ ഇൽമ എന്നുള്ളൊരു കൺസെപ്റ്റ് പിന്നെ അദബും കൂടി ഇഴകിച്ചേർന്നൊരു സാധനം കൂടിയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ സാധാരണ ഒരാളെ കൂടുതൽ പഠിക്കും തോറും
എന്താണ് ഇപ്പോൾ ഒരു സാധാരണ ഒരു മെറ്റീരിയലിസ്റ്റിക് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ കൂടുതൽ പഠിക്കും തോറും കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളൊരു സാധനമുണ്ടല്ലോ. ശരിക്കും നേരെ ഓപ്പോസിറ്റാണ്. കൂടുതൽ പഠിക്കും തോറും ഒരാൾ ഡിപ്പെൻഡൻ്റ് ആയിക്കൊണ്ടിരിക്കുക അയാളുടെ പഠിപ്പിക്കുന്ന ആളോട്. ഉസ്താദാണെങ്കിൽ ഉസ്താദ്, ഷെയ്ഖാണ് ഷെയ്ഖ്, ആരാണ് ഓരായിട്ട് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ആവാം എന്നുള്ളൊരു സാധനമാണ് ഇൽമ. അപ്പോൾ എന്താ നമ്മൾ ഇൽമിനോട് കൂടുതൽ എടുക്കും, ഇൽമിൻ്റെ ഖാദിമായി മാറും എന്നുള്ളൊരു സാധനമാണ് ശരിക്കും ഉണ്ടാവേണ്ടത്. പിന്നെ ഭൗതിക തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ പഠിക്കുക എന്നുള്ളത്, ഇസ്ലാമിക് സ്റ്റഡീസ് പഠിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പഠിക്കാനുള്ള. അപ്പോൾ സാധ്യതകൾ നമ്മൾ കൂടുതൽ ഇതിനുവേണ്ടി യൂസ് ചെയ്യുക എന്നുള്ള സോഷ്യൽ മീഡിയകൾ, പിന്നെ അതേപോലെ തന്നെ യൂട്യൂബ് പോലുള്ള സാധനങ്ങളൊക്കെ എല്ലാ ക്ലാസ്സുകളും നമ്മൾക്കിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ അതിങ്ങനെ അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് തൊലബ് എന്ന് പറയുന്ന സാധനമാണല്ലോ. താലിബിലിമെ സംബന്ധിച്ചിടത്തോളം തൊലബില്ലെങ്കിൽ താലിബിലിമല്ലല്ലോ, വെറുതെ ഇരുന്നാൽ കിട്ടൂല. അതെ. അപ്പോൾ ആ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. കാരണം അതിനെ പറ്റി ആൾക്കാർ അന്വേഷിക്കുക, കൂടുതലായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരു മാർഗം എന്നുള്ളത്. ഈ സ്കോളർഷിപ്പുകളൊക്കെ, പുറത്തേക്കുള്ള സ്കോളർഷിപ്പുകളെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇത് കൂടി പറഞ്ഞിട്ട്. സ്കോളർഷിപ്പുകൾ ഇപ്പോൾ ഈജിപ്തിൽ അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള സ്കോളർഷിപ്പുകളൊന്നും ഇല്ല. അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് ഉണ്ടാവും എന്നിരുന്നാലും. പിന്നെ ചിലവ് ചുരുങ്ങിയ രാജ്യമായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടി പോകാൻ പറ്റിയൊരു സാഹചര്യമുണ്ട്. പക്ഷെ തുർക്കിയിൽ പിന്നെ സാധിച്ചിരുന്നു. അതിങ്ങനെ ഇപ്പം ആയതാണോ അതോ ഇങ്ങനെ കേൾക്കുന്നുണ്ട്? ഇപ്പം ഇന്ന് 2-3 വർഷമായിട്ട് തീരെ ചിലവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. തുർക്കിയിൽ നമ്മൾ എത്രയെങ്കിൽ തന്നെ അഡ്മിഷൻ കിട്ടണമല്ലോ. അപ്പോൾ അതൊരു കടമ്പയാണ്. ഈജിപ്തിൽ അങ്ങനെ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ തുർക്കിയിൽ സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. മാസം വലിയ രീതിയിൽ ചിലവ് വരുന്നുണ്ട്. പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഫെർദർ സ്റ്റഡീസ് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ അല്ലെങ്കിൽ US-ലുള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ റിലീജിയസ് സ്റ്റഡീസെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ ലാംഗ്വേജ് ഡിവിനിറ്റി സ്കൂൾ ആ ഒരു രീതിയിലൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഇസ്ലാമിക് സ്റ്റഡീസിന് അടിച്ച് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്രൊഫസറുകളെ നമ്മൾ അന്വേഷിച്ചെടുക്കണം. അവരുടെ ഫീൽഡ് ഏതാണ്, നമ്മളുടെ ഇൻട്രസ്റ്റുമായിട്ട് യോജിക്കുന്ന ഫീൽഡാണോ, അങ്ങനെയുള്ള ആൾക്കാരെ തപ്പിട്ട് ഓരോ കീഴിൽ പഠിക്കാൻ പോകുക എന്നുള്ളൊരു മാർഗം നല്ല എഫക്റ്റീവായിരിക്കും. ഒരു മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും അവസാനമായിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ താലിബിൽ ഇൽമിങ്ങൾക്ക് എന്തെങ്കിലും നസിയത്ത് എന്തെങ്കിലും നസിയത്ത് വെച്ചാൽ നസിയത്ത് അതോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഇഷ്ടപ്പെട്ട ഞാൻ പഠിച്ചാൽ തരും. പ്രാർത്ഥിക്കുക, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക, ഹംദാൻക്കാക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇൽമിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് ഇൽമിട്ടാൻ പ്രാർത്ഥിക്കുക, ജഹില് മാറാൻ പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ്.